എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ആഗ്രഹങ്ങളില്ലാത്ത ആരുമില്ല. ഈ സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട്, മോഹങ്ങളുണ്ട്. വലിയവരാകട്ടെ, ചെറിയവരാകട്ടെ, കൊച്ചുകുട്ടികളാകട്ടെ, ആണാകട്ടെ, പെണ്ണാകട്ടെ, എല്ലാവർക്കും പല പല ആഗ്രഹങ്ങളാണ്. കൊച്ചുകുട്ടികൾക്ക് അവനെ സംബന്ധിച്ചിടത്തോളം അവന് മൊബൈൽ വാങ്ങണം, വണ്ടി വാങ്ങണം, കമ്പ്യൂട്ടർ വാങ്ങണം, അങ്ങനെയുള്ള പല ആഗ്രഹങ്ങൾ. ചെറുപ്പക്കാർക്ക് നല്ല സ്വാലിഹത്തായ ഒരു ഭാര്യയെ കിട്ടണം, നല്ല ജോലി വേണം, നല്ല ഒരു ജീവിതം ഉണ്ടാകണം. ഇങ്ങനെ ഓരോരുത്തർക്കും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആഗ്രഹമാണ്. കല്യാണം കഴിഞ്ഞാൽ പിന്നെ പടച്ചവനെ മക്കളുണ്ടാകണം, പിന്നെ മക്കളെ നേരെയാക്കണം, പിന്നെ വീട് വെക്കണം. ഇങ്ങനെ ഓരോരുത്തർക്കും പല പല ആഗ്രഹങ്ങളാണ്. ആഗ്രഹങ്ങളില്ലാത്ത ആരുമില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മനുഷ്യനെ കുറിച്ച് നബി തങ്ങൾ പഠിപ്പിക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആദമിന്റെ മക്കളുടെ ആഗ്രഹം ഒരിക്കലും തീരാറില്ല. ആദമിന്റെ മക്കളുടെ ആഗ്രഹം ഒരിക്കലും അവസാനിക്കാറില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ആദമിന്റെ മക്കളുടെ ആഗ്രഹം തീരണമെങ്കിൽ നബിതങ്ങൾ അവിടെ നിന്ന് പറയുകയാ, അത് ഖബറിലെ മണ്ണുകൊണ്ടല്ലാതെ ഒരു മനുഷ്യന്റെ ആഗ്രഹം തീരാറില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ആദമിന്റെ മക്കളുടെ ആഗ്രഹം ഒരിക്കലും തീരാറില്ല. നബിതങ്ങൾ പറയുകയാണ്, മനുഷ്യന് ഒരു സ്വർണത്തിന്റെ മല തന്നെ നൽകുകയാണ്. ഒരു സ്വർണത്തിന്റെ ഒരു മല തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല തരികയാണ്. ഈ വഅദ കേൾക്കാൻ വന്നിരിക്കുന്ന ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സ്വർണത്തിന്റെ താഴ്വര തന്നെ അള്ളാഹു കൊടുത്തു. ഒരു സെന്റ് ഭൂമിയൊന്നുമല്ല, ഒരു സ്വർണത്തിന്റെ മല തന്നെ അള്ളാഹു കൊടുത്തു. എന്നാലും അവൻ തൃപ്തിപ്പെടുന്നില്ല. അതുകൊണ്ട് അവൻ തൃപ്തിപ്പെടാൻ തയ്യാറാകുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു സ്വർണത്തിന്റെ മല തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യൻ അള്ളാഹു കൊടുത്താലും അവൻ രണ്ടാമത് ഒന്നുകൂടെ ആഗ്രഹിക്കുമെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ചവനെ, മനുഷ്യന്റെ ആഗ്രഹം അങ്ങനെ. ഇപ്പൊ നിങ്ങളുടെ നാട്ടിൽ സ്വന്തമായിട്ട് ഒരു സെന്റ് ഭൂമിയില്ലാത്ത ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്, പടച്ചവനെ എവിടെയെങ്കിലും വഴിയില്ലെങ്കിലും, പടച്ചവനെ ഉള്ളിലാണെങ്കിലും വണ്ടി കയറി പോകാൻ സ്ഥലമില്ലെങ്കിലും എവിടെയെങ്കിലും ഒരു 5 സെന്റ് സ്ഥലം കിട്ടിയിരുന്നെങ്കിൽ ആഗ്രഹമതാ. എന്റെ പ്രിയപ്പെട്ട വര കിട്ടി കഴിയുമ്പോൾ അവിടെ ഒരു വീട് വെക്കണം. അത് കഴിയുമ്പോൾ പറയുന്ന, പടച്ചവനെ അകത്ത് റോഡ് സൈഡിലേക്ക് മാറണം. അത് കഴിയുമ്പോൾ ഇങ്ങനെ ഓരോ മനുഷ്യന്റെ ആഗ്രഹങ്ങൾ ഇങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കുകയാ. അതുകൊണ്ടാണ് നബിതങ്ങൾ പറഞ്ഞത്, ആദമിന്റെ സന്തതികളുടെ ആഗ്രഹം അവർക്കൊരു സ്വർണത്തിന്റെ താഴ്വര തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്താലും അവൻ ആഗ്രഹിക്കുകയാണ് രണ്ടാമതൊന്നുകൂടെ ലഭിക്കാൻ. രണ്ടാമതൊന്നുകൂടെ ലഭിക്കുന്നതിന് വേണ്ടി അവൻ ആഗ്രഹിക്കുകയാ. നബിതങ്ങൾ പറയുന്നു, എന്നാലും അവന്റെ ആഗ്രഹം തീരില്ല. ആദമിന്റെ സന്തതികളുടെ ആഗ്രഹം നബിതങ്ങൾ പറയുകയാണ്, അത് ഖബറിലെ മണ്ണുകൊണ്ടല്ലാതെ അവസാനിക്കുകയില്ല. 6 അടി മണ്ണിലെ പള്ളിപ്പറമ്പിലെ ഖബറിന്റെ അകത്തല്ലാതെ ഒരു മനുഷ്യന്റെ ആഗ്രഹം അവസാനിക്കില്ല എന്ന് നബിതങ്ങൾ പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ ആഗ്രഹം അതാണ്. ഓരോ ദിവസം കഴിയുമ്പോഴും ആഗ്രഹങ്ങൾ ഇങ്ങനെ കൂടുകയാണ്. കൊച്ചുകുട്ടികൾക്ക് പല പല ആഗ്രഹമാണ്, ചെറുപ്പക്കാർക്ക് വേറെ ആഗ്രഹമാണ്, യുവത്വത്തിലേക്ക് കടന്നാൽ പിന്നെ വലിയ ആഗ്രഹങ്ങളാണ്. പടച്ചവനെ, മനുഷ്യന്റെ ആഗ്രഹം ചെറുപ്പം മുതൽ ആഗ്രഹമാണ്. പ്രായമാകും തോറും ആഗ്രഹം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രായമാകുന്നവർക്ക് വല്ലാത്ത ആഗ്രഹമാണ്. കൊച്ചുകുട്ടികൾക്ക് പല പല മോഹങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, സ്വപ്നങ്ങളുണ്ട്, പ്രതീക്ഷകളുണ്ട്. എന്നാ പ്രായം ചെന്ന മുടിയൊക്കെ നരച്ചുപോയ വാപ്പയ്ക്കും ഉമ്മയ്ക്കും വല്ലാത്ത ആഗ്രഹമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നബിതങ്ങൾ പറയുകയാ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പ്രായമായവരുടെ ആഗ്രഹം എന്തെന്നറിയുമോ? നബി തന്നെ അനസ് റളിയല്ലാഹു തആല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യഹ്റമു ഇബ്നു ആദമ വയശുബ്ബു മിൻഹു ഇസ്നാൻ
ഖുർആൻ അൽ ഹിർസു അലൽ മാൽ വൽ ഹിർസു അലൽ ഉംരി. നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്, ആദമിന്റെ സന്താനങ്ങൾക്ക് വല്ലാത്ത ആഗ്രഹമാണ്, അവർക്ക് വല്ലാത്ത ആഗ്രഹമാണ്. പടച്ചവനെ എന്താണ് ആദമിന്റെ മക്കൾക്ക്, പ്രത്യേകിച്ച് പ്രായമാകുന്നവർക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം രണ്ട് കാര്യങ്ങളോടാണ്. രണ്ട് കാര്യങ്ങളോട് അവർക്ക് വല്ലാത്ത ആഗ്രഹമാണ്. നബി തങ്ങൾ പറയുന്നു, പ്രായമായവർക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള രണ്ട് കാര്യങ്ങൾ ഏതാ? ഒന്നാമതായിട്ട് മുത്തുനബി പറയുകയാ, അൽ ഹിർസു അലൽ മാൽ. പ്രായമായ ഉപ്പയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്തെന്നറിയുമോ? പ്രായമായ ഉമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്തെന്നറിയുമോ? പടച്ചവനെ, സമ്പത്തിനോട് അവർക്ക് വല്ലാത്ത ആർത്തിയാണ്, വല്ലാത്ത ആഗ്രഹമാണ്. പടച്ചവനെ, 60-70 വയസ്സുള്ള വാപ്പയ്ക്കും പണം 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 എന്ന ചിന്തയേ ഉള്ളൂ. എങ്ങനെയും പണമുണ്ടാക്കണമല്ലോ, വല്ലാത്ത ഒരാഗ്രഹമാണ്. അത് പ്രായമുള്ളവരാണെങ്കിലും കുട്ടികളാണെങ്കിലും എല്ലാവർക്കും വേണ്ടത് പണമാണോ? ഇന്നെല്ലാവർക്കും വേണ്ടത് പണമാണ്. കൊച്ചുകുട്ടികൾക്കും വേണ്ടത് പണമാണ്. ഏതോ എന്റെ പ്രിയപ്പെട്ടവരെ, കഞ്ചാവിനും കള്ളിനും മയക്കുമരുന്നിനും ലഹരിയുണ്ടല്ലോ, അതുപോലെ പണത്തിനൊരു ലഹരിയുണ്ട് സഹോദരാ. അത് മനസ്സിലാക്കണമെങ്കിൽ ഏറ്റവും ചെറുപ്പത്തിൽ ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാ. നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മുടെ വാപ്പയുടെ ചാരത്ത് ചെന്നിട്ട് പറയാറുണ്ട്, മുട്ടായി കടയുടെ മുമ്പിലൂടെ നടന്നു പോകുമ്പോ വാപ്പയോട് നമ്മൾ പറയും, വാപ്പാ മുട്ടായി വാങ്ങിത്തരാൻ. പടച്ചവനെ, നമ്മൾ മാതാവിനോടും പിതാവിനോടും വാപ്പയുടെ കൈ പിടിച്ചുകൊണ്ട് നടന്നു പോകുന്ന മക്കൾ ഉപ്പാരോട് പറയും, മുട്ടായി വാങ്ങിത്തരാൻ, എനിക്കത് വേണം, എനിക്ക് ഇത് വേണമെന്ന് ഞാനും നിങ്ങളും പറയാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു കാലം എനിക്കും നിങ്ങൾക്കും ഉണ്ടായിരുന്നു. എന്നാ 2025 ജീവിക്കുന്ന ചെറിയ മക്കളുണ്ടല്ലോ, ഈ മക്കള് വാപ്പയോട് പറയുന്നത്, വാപ്പാ മുട്ടായി വാങ്ങിത്താ എന്നല്ല. ഇന്ന് മക്കള് നമ്മളോട് ചോദിക്കുന്നത് പൈസ തരാനാ. ചെറിയ മക്കളും വന്ന് ചോദിക്കുന്ന, ഉപ്പാ എനിക്ക് പൈസ വേണം, എനിക്ക് പൈസ വേണം. ആ പിഞ്ചു കുഞ്ഞിന്റെ ഹൃദയത്തിൽ പോലും പണത്തിനോടുള്ള ആഗ്രഹം വന്നിരിക്കുകയാണ്. എങ്ങനായി ആഗ്രഹം വന്നത്? എല്ലാവർക്കും പണമാണ് വേണ്ടത്. ഇവിടെ ആരും ഹലാലും ഹറാമും നോക്കാറില്ല. അത് പിടിച്ചു പറിച്ചിട്ടാണെങ്കിലും, പലിശ കച്ചവടം നടത്തിയിട്ടാണെങ്കിലും, കള്ളത്തരങ്ങൾ കാണിച്ചിട്ടാണെങ്കിലും, ആരെയെങ്കിലും പറ്റിച്ചിട്ടാണെങ്കിലും പടച്ചവനെ പണമുണ്ടാക്കണമല്ലോ. ആ പണമുണ്ടാക്കാൻ കിടന്ന് രാപ്പകലുകൾ കടന്ന് കഷ്ടപ്പെടുന്നവരുണ്ടല്ലോ. പെങ്ങളെ, നിങ്ങൾക്ക് പണത്തിനോട് വല്ലാത്ത ആർത്തിയാണ്, പെണ്ണുങ്ങൾക്ക് സമ്പത്തിനോട് വല്ലാത്ത ഒരാഗ്രഹമാണ്. വേണ്ട പെങ്ങള്, പണത്തിനോടുള്ള ആഗ്രഹം വേണ്ട, സമ്പത്തിനോടുള്ള ആർത്തി വേണ്ട. വീട്ടിലേക്ക് ഹറാമായ പണം കൊണ്ടുവരുന്ന പരിപാടി അവസാനിപ്പിച്ചോ. പെങ്ങളെ, സ്വർഗത്തിൽ പോകേണ്ടവളാണെന്ന് ആഗ്രഹിക്കുന്നവളാണല്ലോ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരിക്കൽ നബി തങ്ങൾ സ്വഹാബി വനിതകളോട് സംസാരിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുന്നു, അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാ, ഈ സ്വഹാബി വനിതകളെ, സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു പെണ്ണിനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെയോ? വനിതകൾക്ക് വന്നിരിക്കുന്ന പെങ്ങന്മാരോട് പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാ, സ്വർഗത്തിന്റെ അവകാശിയായ ഒരു പെണ്ണിനെ ഞാൻ കാണിച്ചു തരട്ടെയോ? സ്വഹാബി വനിതകൾ മുഴുവനും ഞാനായിരിക്കും, എന്റെ പേരായിരിക്കും. പടച്ചവനെ, ഓരോരുത്തരും ഞാനായിരിക്കുമെന്ന് കരുതിയിട്ട് നബി തങ്ങളുടെ മുഖത്തേക്ക് നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന മറുപടി എന്തെന്നറിയുമോ? അതാ നടന്നു പോകുന്ന വിറകുവെട്ടുകാരന്റെ ഭാര്യയെ കാണിച്ചു കൊടുക്കുകയാ. വഴിയിലൂടെ നടന്നു പോകുന്ന ഒരു പാവപ്പെട്ട വിറക് വെട്ടി ജീവിക്കുന്നവന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കാണിച്ചു കൊടുത്തിട്ട് നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബാ, നബി തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, ആ പെണ്ണ് സ്വർഗത്തിലാണ്, ആ പെണ്ണ് സ്വർഗത്തിലാണ്. പടച്ചവനെ, നബി തങ്ങൾ പറയുന്നത് കേട്ടപ്പോ സഹാബി വനിതകളിൽ നിന്നൊരു പെണ്ണിറങ്ങി ഓടുകയാ. വിറക് വെട്ടുകാരന്റെ ഭാര്യയുടെ കയ്യിൽ പിടിച്ചിട്ട് ചോദിക്കുന്ന, പെണ്ണ്, നീ സ്വർഗത്തിലാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞിരിക്കുകയാ.
നീ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞിരിക്കുകയാണ്. നീ ചെയ്യുന്ന നന്മ എന്താണ്? നീ സ്വർഗത്തിൽ പോകാനുള്ള കാരണം എന്താണ്? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണല്ലോ. ആ സഹാബി വനിതയായ പെണ്ണ് വിറക് വെട്ടുകാരന്റെ ഭാര്യയോട് ചോദിക്കുമ്പോ ആ പെണ്ണ് പറഞ്ഞ മറുപടി, ഞാൻ നിസ്കരിക്കാറുണ്ട്, ഞാൻ നോമ്പ് പിടിക്കാറുണ്ട്, ഞാൻ സദക്ക കൊടുക്കാറുണ്ട്, എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ നല്ല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ചോദിച്ച പെണ്ണ് പറഞ്ഞു, നിന്നെക്കാളും ഞാൻ ചെയ്യാറുണ്ട്. ഇതൊക്കെ ഞാനും ചെയ്യുന്ന കാര്യമാണ്. ഇതല്ലാതെ വല്ല പ്രത്യേകമായിട്ട് നീ വേറെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ആ സമയത്താണ് വിറക് കെട്ടുകാരന്റെ ഭാര്യ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? എന്റെ ഭർത്താവ് രാവിലെ ജോലിക്ക് വേണ്ടി വീടിന്റെ പുറത്തിറങ്ങുമ്പോ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് രാവിലെ ജോലിക്ക് വേണ്ടി വീടിന്റെ പുറത്തിറങ്ങുമ്പോ ഞാൻ പുറകിൽ ചെന്നിട്ട് എന്റെ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് ഞാനൊരു വാക്ക് പറയാറുണ്ട്. ആ പെണ്ണ് പറയുന്ന വാക്കെന്തെന്നറിയുമോ? ജോലി കഴിഞ്ഞു വൈകുന്നേരം ഈ വീട്ടിലേക്ക് കയറി വരുമ്പോ ഹറാമായ പണം കൊണ്ടുവരല്ലേ, ഹറാമായ ഭക്ഷണം കൊണ്ടുവരല്ലേ. രാവിലെ ജോലിക്ക് വേണ്ടി ഇറങ്ങി പോകുന്ന ഭർത്താവിനോട് തന്റെ ഭാര്യ ഓർമ്മപ്പെടുത്തുന്നത് എന്തെന്നറിയുമോ? വൈകുന്നേര സമയത്ത് വീട്ടിലേക്ക് മടങ്ങി വരുമ്പോ ഹറാമായ സമ്പത്ത് കൊണ്ടുവരരുത്, ഹറാമായ ഭക്ഷണം കൊണ്ടുവരരുത്. പട്ടിണി കിടക്കാൻ ഞാൻ തയ്യാറാണ്, പട്ടിണി കിടക്കാൻ ഞാൻ തയ്യാറാണ്, ഹറാമ് തീറ്റിപ്പിക്കല്ലേ എന്ന് ജോലിക്ക് പോകുന്ന ഭർത്താവിനോട് ആ പെണ്ണ് ഓർമ്മപ്പെടുത്തുമായിരുന്നു. അതിനാണ് അല്ലാഹു സ്വർഗം കൊടുത്തതെന്ന് നബിതങ്ങൾ പഠിപ്പിക്കുമ്പോ പെങ്ങളെ പറയാറുണ്ടോ? പൊന്നുമോളെ, നിനക്ക് പണം മതിയല്ലോ. പിഞ്ചു കുഞ്ഞുങ്ങളുടെ മനസ്സിൽ നീ കുത്തിവെച്ച് കൊടുക്കുന്നത് പണത്തിനോടുള്ള ആർത്തിയാണല്ലോ. ചെറിയ മക്കളോടും പറഞ്ഞു കൊടുക്കുകയാ, പഠിക്കണം, നല്ല നിലയിലാകണം, നല്ല ജോലി ഉണ്ടാകണം, നല്ല സാലറി വേണം, എങ്കിലേ നല്ല കുടുംബത്തിൽ നിന്ന് പെണ്ണ് കിട്ടൂ. ഒരു ഉമ്മ ചെറിയ മകനോട് പറഞ്ഞു കൊടുക്കുകയാണ്, പണമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. ഉമ്മ സ്വന്തം മക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ്, പണമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. കുഞ്ഞിന്റെ ഹൃദയത്തിലേക്ക് നിന്റെ ആർത്തിയ പടന്ന് കുത്തിവെച്ച് കൊടുക്കുകയാ. ആ പണത്തിന് വേണ്ടിയാണ് കഞ്ചാവ് കച്ചവടം നടത്തുന്നത്, കൊട്ടേഷൻ സംഘങ്ങളുടെ കൂടെ ചേരുന്നത്, ബ്ലാക്ക് മെയിൽ ചെയ്യാൻ തയ്യാറാകുന്നത്. ഇന്നെല്ലാവരും എളുപ്പത്തിൽ പണമുണ്ടാക്കാനുള്ള വഴികൾ തേടുകയാണ്. എന്തുകൊണ്ടാണ്? നിന്റെ ആർത്തിയാണ്, എന്തുകൊണ്ടാണ്? നിന്റെ അത്യാഗ്രഹമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, പണത്തിനോടുള്ള ആർത്തികള സഹോദരാ. ഇന്നത്തെ പെണ്ണുങ്ങളും പഴയ തലമുറയും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നറിയോ? അല്ലാഹുവേ, മരണപ്പെട്ടു പോയ ഞങ്ങളുടെ ഉമ്മമാർക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്നവർക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. പഴയ പെണ്ണുങ്ങളും പുതിയ പെണ്ണുങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നീ നിന്റെ മക്കളോട് പണത്തിനോടുള്ള ആർത്തി പഠിപ്പിച്ചു കൊടുക്കുകയാ. ആ ആഗ്രഹമാണ് മക്കളോട് നീ പറഞ്ഞു കൊടുക്കുന്നത്. എന്നാ പഴയ ഉമ്മയുടെ അവസ്ഥ എന്തെന്നറിയുമോ? അല്ലാഹുവേ, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരൽപ്പം ഭക്ഷണം താഴെ വീണ നമ്മുടെ ഉമ്മ താഴെ വീണ ഭക്ഷണം എടുക്കുകയാണ്. ആ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവേ, ഒരൊറ്റ ചോറങ്ങാണം താഴെ വീണാൽ ആ താഴെ വീണ ചോറെടുത്ത് പാത്രത്തിന്റെ അകത്തേക്ക് വൃത്തിയാക്കിയിടുകയാണ്. എന്നിട്ട് പറയുന്ന, മോനെ, അല്ല തന്ന നിഅമത്താ, അല്ലാഹു തന്ന നിഅമത്താ, കളയല്ലേ മോനെ. ഇത് വാപ്പ എങ്ങനെയാ ഉണ്ടാക്കിയതെന്ന് നിനക്കറിയുമോ? നിന്റെ വാപ്പയുടെ രക്തം വിയർപ്പാക്കി അധ്വാനിച്ചുണ്ടാക്കിയതാ. ഒരു ചോറിന്റെ ഒരു കഷ്ടം എന്റെ പ്രിയപ്പെട്ടവര്, ചോറ് കഴിക്കുന്ന സമയത്തൊരൽപ്പം ഭക്ഷണം താഴെ വീണാൽ ആ താഴെ വീണ ഭക്ഷണം എടുത്ത് പാത്രത്തിലേക്ക് ഇട്ട് തരുന്നത് മാത്രമല്ല, പടച്ചവനെ, ഉമ്മ പറയുകയാണ്, ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്ന് നമ്മുടെ മാതാവ് നമുക്ക് പറഞ്ഞു തന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നടോ. എന്നാ വാഴ കേൾക്കാമെന്ന ഉമ്മമാര്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, നെഞ്ചത്ത് കൈവച്ചിട്ട്
എന്നിട്ട് പറ, ഇന്ന് പടച്ചവനെ നിന്റെ മക്കള് ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോ മതിയെന്ന് പറഞ്ഞ് ഒരു പാത്രത്തിനകത്ത് ചോറ് മാറ്റിവെച്ച അതെടുത്ത് കളയുകയല്ലേ? അതെങ്ങനെയാ ഉണ്ടാക്കിയതെന്ന് നീ പറഞ്ഞു കൊടുക്കാറില്ലല്ലോ. കാരണം നിനക്കതറിയാറില്ലല്ലോ, അത് നിനക്കറിയില്ല എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, പഴയ തലമുറയും പുതിയ തലമുറയും തമ്മിലുള്ള വ്യത്യാസമിതാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, ആർത്തി കളയണേ, സമ്പത്തിനോടുള്ള ആർത്തി കളയണേ. ഈ സദസ്സിലിരിക്കുന്ന ആണുങ്ങളോട് പറയുകയാ, നീ നിന്റെ വാപ്പയുടെ മുമ്പിൽ ചെന്ന് എനിക്ക് ബൈക്ക് വാങ്ങി തന്നില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറയാറില്ല. എനിക്ക് മൊബൈൽ വാങ്ങി തന്നില്ലെങ്കിൽ ഞാൻ തൂങ്ങിച്ചാകുമെന്ന് ഒരു മകനും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇന്നത്തെ മക്കൾ ചോദിക്കുന്നത്, വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ, മൊബൈൽ കൊടുത്തില്ലെങ്കിൽ, കറങ്ങാൻ വിട്ടില്ലെങ്കിൽ, പൈസ കൊടുത്തില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്ന ഒരു കാലത്താണ് ജീവിക്കുന്നത്. എന്തുകൊണ്ടാണെന്നറിയുമോ? പടച്ചവനെ, പണ്ട് നമുക്കറിയാം വാപ്പയുടെ ശമ്പളം എന്താണ്, വാപ്പയുടെ ജോലി എന്താണ്, വാപ്പയുടെ കഷ്ടപ്പാടെങ്ങനാ, വാപ്പ എങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നത്, അതിനെ കുറിച്ച് നമുക്കറിയുമായിരുന്നു. ഇന്നത്തെ തലമുറയ്ക്കതറിയാറില്ല, ഇന്നത്തെ തലമുറയ്ക്കതറിയാറില്ല. ചോദിക്കുന്നത് മുഴുവനും വാങ്ങിക്കൊടുക്കുന്നത് നല്ലതാണെന്ന് കരുതല്ലേ വാപ്പാ. മക്കളോട് പറഞ്ഞു കൊടുക്കണം, നിന്റെ ജോലി എന്താണെന്ന്, നിന്റെ ശമ്പളം എന്താണെന്ന്, നിന്റെ കഷ്ടപ്പാട് എന്താണെന്ന്. വാപ്പ മക്കളോട് പറഞ്ഞു കൊടുക്കണം, ഭാര്യയോട് പറഞ്ഞു കൊടുക്കണം. അവരുടെ ഈമാനെ വർദ്ധിപ്പിക്കണം, അവർ അല്ലാഹുവിൽ പരമേൽപ്പിക്കുന്നവരാകണം. അതിന് നീയാണ് വിചാരിക്കേണ്ടത്. നീ വാപ്പയാകൂ, നീ ഭർത്താവാകൂ, നീ ഈമാനുള്ളവനാകൂ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഇതാണ് മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇതാണ് മാതാപിതാക്കൾക്ക് മക്കളോട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം. അതാണ് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന, ഉപദേശിക്കുവാപ്പാ. മക്കളെ വിളിച്ചിരുത്തി ഉപദേശിക്ക്, ഭാര്യമാരെ വിളിച്ചിരുത്തിയിട്ട് ഉപദേശിക്ക്. ആ ഉപദേശം അല്ലാഹു ആരാണെന്ന് നിന്റെ ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുക്ക്. അല്ലാഹുവിൽ പരമേൽപ്പിക്കുന്നവനെ, പടച്ചവനെ സഹായിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു കൊടുക്ക്. പെങ്ങളെ, ഹജ്ജിന്റെ മാസമാണല്ലോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് ലക്ഷക്കണക്കിന് ഹാജിമാര് നമ്മുടെ നാടുകളിൽ നിന്ന് പോകുന്നുണ്ടല്ലോ. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് കഅബാലയത്തിലേക്ക് ജനങ്ങൾ കടന്നു വരുന്നല്ലോ. പെങ്ങളെ, ഹജ്ജ് കടന്നു വരുമ്പോ ഇബ്രാഹിം നബിയെയും ഹാജറ ബീവിയെയും ഇസ്മായിൽ നബിയെയും അനുസ്മരിക്കുന്നവരാണല്ലോ. പെങ്ങളെ, ഈമാനുള്ള പെണ്ണെന്ന് പറഞ്ഞാൽ ഹാജറ ബീവിയെ പോലെയാകണം. പെങ്ങള്, ഹാജറ ബീവിയെ പോലെയാകണം ഈമാനുള്ള ഒരു ഭാര്യ, ഈമാനുള്ള ഒരു ഉമ്മ. ഹാജറ ബീവിയെ പോലെയാകണമെന്നാണ്. ഹാജറ ബീവിയുടെ പ്രത്യേകത എന്തെന്നറിയുമോ? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഹാജറ എന്ന് പറയുന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യയിൽ ഇസ്മായിൽ എന്ന് പറയുന്ന ഒരു ചെറിയ മകൻ ജനിക്കുകയാണ്. പടച്ചവനെ, പ്രസവിച്ച് കിടക്കുന്ന ഭാര്യയെയും തന്റെ ചോരക്കുഞ്ഞിനെയും മക്കത്ത് കൊണ്ടുപോയി മരുഭൂമിയിൽ വിട്ടിട്ട് പോകാൻ അല്ലാഹുവിന്റെ കൽപ്പന വരികയാ. അതാ പ്രസവിച്ച് കിടക്കുന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യയെയും പാല് കുടിക്കുന്ന പൊന്നുമോനെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിളിച്ചുകൊണ്ട് മക്കത്തേക്ക് കടന്നു വരികയാണ്. സഫാ മർവ എന്ന് പറയുന്ന രണ്ട് മലകളുടെ നടുവില് ജനവാസമില്ലാത്ത വന്യമൃഗങ്ങളുള്ള ഒരു പറവ് പോലുമില്ലാത്ത മരുഭൂമിയുണ്ടല്ലോ. ആ മരുഭൂമിയിൽ കൊണ്ടുവന്നിട്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയെയും മകനെയും ഇറക്കി വിടുകയാ. അവർക്ക് കഴിക്കാനുള്ള കുറച്ചു ഭക്ഷണം, കുടിക്കാനുള്ള കുറച്ചു വെള്ളം അത് കൊണ്ടുവന്ന് കൊടുത്തിട്ട് ഇബ്രാഹിം നബി തന്റെ ഭാര്യയെയും ചോരക്കുഞ്ഞിനെയും ഇറക്കി വിട്ടിട്ട് മടങ്ങി പോവുകയാണ്. മടങ്ങി പോകുമ്പോ ഹാജറ എന്ന് പറയുന്ന ഭാര്യ ചോദിക്കുന്നു, എന്തേ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടിട്ട് മിണ്ടാതെ പോകുന്നത്? ഇബ്രാഹിം നബി ഇറാഖിലേക്ക് മടങ്ങുകയാണ്. ഹാജറ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യ നിൽക്കുന്നത് രണ്ട് മലകളുടെ നടുവിലാണ്. മരുഭൂമിയാണ്, വന്യമൃഗങ്ങളാണ്, മനുഷ്യവാസമില്ല, ഒരു പറവകൾ പോലുമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, കുടിക്കാൻ വെള്ളമില്ല. ഈ ചോരക്കുഞ്ഞുമായി മരുഭൂമിയിൽ അതാ ഹാജറ എന്ന് പറയുന്ന ഭാര്യ ഇരിക്കുകയാണ്. ഇബ്രാഹിം നബിയോട് ചോദിച്ച ചോദ്യം, നബിയേ
സ്വന്തം തീരുമാനമാണോ അല്ലാഹുവിന്റെ കൽപ്പനയാണോ? സ്വന്തം തീരുമാനമാണോ അല്ലാഹുവിന്റെ കൽപ്പനയാണോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ഹാജറ അല്ലാഹുവിന്റെ കൽപ്പനയാണ് ഹാജറ. ഹാജറ ബീവിയുടെ മറുപടി ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മുസ്ലിം പെണ്ണ് പഠിക്കേണ്ട കാര്യമാണ്. ഹാജറ ബീവി എവിടെയാണ്? വീടില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, നാട്ടുകാരില്ല, ജനവാസമില്ല, മരുഭൂമിയിലാണ്, മലഞ്ചെരുവിലാണ്, ഒരാളുമില്ലാത്ത സ്ഥലത്തിരുന്നിട്ട് തന്റെ ഭർത്താവ് ചോരക്കുഞ്ഞിനെ കയ്യിലേൽപ്പിച്ചിട്ട് ഇബ്രാഹിം നബി മടങ്ങി പോകുമ്പോ അവിടുന്ന് ചോദിക്കുന്നു, സ്വന്തം തീരുമാനമാണോ അല്ലാഹുവിന്റെ കൽപ്പനയാണോ? ഹാജറ അല്ലാഹുവിന്റെ കൽപ്പനയാണ് ഹാജറ. അല്ലാഹുവിന്റെ കൽപ്പനയാണ് ഹാജറ. ഹാജറ എന്ന് പറയുന്ന പ്രസവിച്ച് ചോരക്കുഞ്ഞുമായിരിക്കുന്ന ഭാര്യ, ആ സ്വാലിഹത്തായ പെണ്ണിന്റെ മറുപടി പഠിക്കണേ പെങ്ങള്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ പഠിക്കണേ പെങ്ങള്. സ്വന്തമായിട്ട് വീടില്ലാത്തവള്, വീട് കെട്ടാ പൈസയില്ലാതെ വരുമ്പോ ലോൺ എടുക്കാൻ പറയുന്ന പെണ്ണ്, പലിശക്കെടുക്കാൻ പറയുന്ന പെണ്ണ്, പണയം വെക്കാൻ പറയുന്ന പെണ്ണ്, ഹറാമ് സമ്പാദിക്കാൻ പറയുന്ന പെണ്ണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഹാജറ പറഞ്ഞ മറുപടി നിന്റെ ഹൃദയത്തിൽ എഴുതി വെച്ചോ. ഹാജറ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ കൽപ്പനയാണെന്ന് പറഞ്ഞപ്പോ നെഞ്ചത്തടിച്ചില്ല, വിളിച്ചു കൂവിയില്ല. ഞങ്ങളെ ആരാണ് നോക്കുന്നത്, ഭക്ഷണം തരുന്നതാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹാജറ കരഞ്ഞില്ല. ഹാജറ മറുപടി എന്തെന്നറിയുമോ? എങ്കില് ധൈര്യമായിട്ട് പൊക്കോ, എങ്കില് ധൈര്യമായിട്ട് പൊക്കോ. പടച്ച റബ്ബല്ലേ കൽപ്പിച്ചത്. ആ അല്ലാഹുവിനറിയാൻ ഞങ്ങളെ നോക്കാൻ, ആ അല്ലാഹുവിനറിയാൻ ഞങ്ങളെ നോക്കാൻ. വീട് വെക്കാൻ തയ്യാറാവുകയാണ്. പടച്ചവനെ, ഭാര്യ ചോദിക്കുന്ന പൈസയില്ലല്ലോ. ഭർത്താവ് പറയുന്ന വീടെങ്ങനെ വെക്കാനാണ്? പടച്ചവനെ, പൈസയില്ല, പലിശക്കെടുക്കാൻ പറയുകയാ, ലോൺ എടുക്കാൻ പറയുകയാ. ആ സമയത്ത് പറയുകയാണ്, ഹറാമായ പണം കൊണ്ട് വീട് പണിയണ്ട, പലിശക്കെടുത്തിട്ട് പണിയണ്ട. പടച്ച റബ്ബൊരു വഴി കാണിച്ചു തരും. വസ്തു തന്ന അല്ലാഹുവിനറിയാ തറകെട്ടിത്തരാൻ, തറകെട്ടിയ റബ്ബിനറിയാ വാർത്തു തരാൻ. പടച്ചവനെ, വീട് തരാൻ പടച്ച റബ്ബിനറിയുമടോ. പറഞ്ഞു കൊടുക്കണം പെങ്ങള്, ഹറാമിൽ നിന്നൊഴിയണം പെങ്ങള്. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, മക്കളെ പിഴപ്പിച്ച് കളയരുത്. വാപ്പയോട് പറയുകയാണ്, നിന്റെ മകന് കഞ്ചാവ് അടിക്കാറില്ല, കള്ള് കുടിക്കാറില്ല. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവര്, ആ കള്ളിന് ലഹരിയുള്ളതുപോലെ ഒരു ലഹരി സമ്പത്തിനുണ്ട്. എത്ര കിട്ടിയാലും മതി വരുന്നില്ല, വാരി കൂട്ടുകയാണ്. പടച്ചവനെ, 99 രൂപയുള്ളവന് 100 വേണം, 999 ഉള്ളവന് 1000 വേണം. പടച്ചവനെ, എത്ര കിട്ടിയാലും മതി വരാതെ പിന്നെയും പിന്നെയും വാരി കൂട്ടുകയാണ്. പാവപ്പെട്ടവന്റെ കഞ്ഞിക്കകത്ത് കൈയിട്ട് വാരുന്ന എത്രയോ സമ്പന്നന്മാരുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, തികയുന്നില്ലല്ലോ. കോടാനുകോടി ആസ്തിയുള്ളവനും പിന്നെയും സമ്പാദിക്കുകയാ, മതിയെന്ന് പറയുന്നില്ല. അതുകൊണ്ട് ഞാൻ സാന്ദർഭികമായൊരു കാര്യം പറയുകയാണ്, ഉപദേശിക്കണേ വാപ്പാ. പൊന്നുമക്കള് ചോദിക്കുന്നത് മുഴുവനും വാങ്ങിക്കൊടുക്കുന്നത് സ്നേഹമല്ല, ദ്രോഹമാ. നിന്റെ മക്കളോട് ചെയ്യുന്ന ദ്രോഹമാ. എന്നാ നിന്റെ ഭാര്യയെയും നിന്റെ മക്കളെയും വിളിച്ചിരുത്തിയിട്ട് നീ ഉപദേശിക്കാറുണ്ടോ? നീ ഉപദേശിക്കാറുണ്ടോ? ഉപദേശിക്കണം വാപ്പാ. പെങ്ങളെ, മക്കളെ ഉപദേശിക്കണേ. ഏതുപോലെ എന്നറിയുമോ? മഹാനായ അബൂദറിൽ ഗഫാരി റളിയല്ലാഹു തആല അൻഹു, അബൂദർ എന്ന് പറയുന്ന സ്വഹാബിയുണ്ടല്ലോ. പടച്ചവനെ, നാട് കടത്തപ്പെട്ട സ്വഹാബിയാ. ഉസ്മാൻ തങ്ങളുടെ കാലഘട്ടത്തിൽ നാട് കടത്തുകയാണ്. ആരാരുമില്ലാതെ മരുഭൂമിയിൽ ഒറ്റയ്ക്ക് വീട് വെച്ചിട്ട് ജീവിക്കുന്ന സ്വഹാബിയാ. അയൽവാസിയില്ല, ആൾതാമസമില്ല, ഒരാളുമില്ല. ആ സ്വഹാബിയും തന്റെ ഭാര്യയും മക്കളും കൂടെ ജീവിക്കുകയാണ്. അല്ലാഹുവേ, അബൂദർ തങ്ങളുടെ മരണമെടുക്കുകയാ.
അബൂദർ തങ്ങളുടെ മരണമെടുക്കുകയാ. ഒരു വാപ്പയെന്ന് പറഞ്ഞാൽ ആരായിരിക്കണമെന്ന് ഞാൻ പറഞ്ഞു തരാ. ഒരു പിതാവെന്ന് പറഞ്ഞാൽ മക്കളെ ഉപദേശിക്കേണ്ടത് എങ്ങനാണെന്നൊരു ഉദാഹരണം പറഞ്ഞു തരാ. അബൂദർ തങ്ങൾ മരിക്കാൻ പോവുകയാണ്. പടച്ചവനെ തന്റെ പെൺമക്കളെ വിളിക്കുകയാണ്. 3 പെൺമക്കളാണ് അബൂദർ തങ്ങൾക്കുള്ളത്. 3 പെൺമക്കളെയും തന്റെ പ്രിയപ്പെട്ട ഭാര്യയെയും അടുത്ത് വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, മക്കളെ, ഉപ്പാനെ വെറുക്കല്ലേ, ഉപ്പാനെ വെറുക്കല്ലേ. നിങ്ങൾക്ക് വേണ്ടി വാപ്പ ഒന്നും കരുതി വെച്ചിട്ടില്ല. സമ്പത്ത് മുഴുവനും വാപ്പ കള്ളു കുടിച്ച് തീർത്തതല്ല, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുത്തതാണ്. വാപ്പ ഒന്നും സൂക്ഷിച്ചു വെക്കാറില്ല. വെക്കരുതെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് എല്ലാ വാപ്പ പാവങ്ങൾക്ക് കൊടുത്തതാ. മക്കള്, നിങ്ങളുടെ വാപ്പ പാവപ്പെട്ടവനാണ്, നിങ്ങളുടെ വാപ്പ പാവപ്പെട്ടവനാണ്. എന്നെ നിങ്ങൾ വെറുക്കരുത്. തന്റെ ഭാര്യയോടും തന്റെ മക്കളോടും പറഞ്ഞു കൊടുക്കുകയാ. എന്നിട്ട് അബൂദർ റളിയല്ലാഹു തആല അൻഹു തന്റെ പൊന്നാര മക്കളോട് പറഞ്ഞു, മക്കളെ, അല്ലാഹു നിങ്ങളെ കൈവിടൂല, അല്ലാഹു നിങ്ങളെ കൈവിടൂല. അബൂദർ തങ്ങൾ തന്റെ ഭാര്യയെയും മക്കളെയും വിളിച്ചിരുത്തിയിട്ട് ഉപദേശിക്കുന്നത് കേട്ടപ്പോ ഭാര്യയിരുന്ന് കരയുകയാ, ഭാര്യയിരുന്ന് കരയുകയാ. അബൂദർ തങ്ങൾ ചോദിക്കുന്നു, പെണ്ണെ, എന്തിനാ നീ കരയുന്നത്, എന്തിനാ നീ കരയുന്നത്? അവിടെന്ന് ഭാര്യ പറയുന്നു, തങ്ങളെ, നിങ്ങൾ മരിച്ചാൽ ആരാ മയ്യത്ത് കുളിപ്പിക്കുന്നത്? നിങ്ങൾ മരിച്ചാൽ ആരാണ് കഫം പൊതിയുന്നത്? നിങ്ങൾ മരിച്ചാൽ ആരാണ് മയ്യത്ത് നിസ്കരിക്കുന്നത്? നിങ്ങളെ കബറടക്കാൻ ആരാ വരുന്നത്? ഈ സങ്കടം കൊണ്ട് കരയുകയാ. അബൂദർ തങ്ങളുടെ ഭാര്യയിരുന്ന് കരയുകയാണ്. ആരാ നിങ്ങളുടെ മയ്യത്ത് കുളിപ്പിക്കുന്നത്? ഒരാളുമില്ലല്ലോ. ആരാ കബർ കുടിച്ച് കബറടക്കുന്നത്? മയ്യത്ത് നിസ്കരിക്കാൻ ആളില്ല. പടച്ചവനെ, എന്താണ് ആ രംഗമൂർത്തിട്ട് കരയുകയാണെന്ന് പറഞ്ഞപ്പോ മഹാനായ അബൂദർ ഗഫാരി റളിയല്ലാഹു തആല അൻഹു തന്റെ ഭാര്യയോട് പറഞ്ഞു, പെണ്ണെ, സങ്കടപ്പെടണ്ട. എന്റെ മയ്യത്ത് ആര് കുളിപ്പിക്കും, ആര് നിസ്കരിക്കും, ആര് കബർ കുടിക്കും, ആര് കബറടക്കും എന്ന വിഷയത്തിൽ നീ സങ്കടപ്പെടണ്ട. അബൂദർ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? നബി തങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പെണ്ണ്, ഞാൻ മരിച്ചു കഴിഞ്ഞാ നിങ്ങൾ എന്റെ ജനാസ പൊതിഞ്ഞുകൊണ്ട് വഴിയോരത്ത് കൊണ്ടുവെക്കണേ. അബൂദർ എന്ന് പറയുന്ന പിതാവ് തന്റെ ഭാര്യയോട് അള്ളാഹിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. 3 പെൺമക്കളാ വാപ്പാ. ആ പെൺമക്കളോട് പറഞ്ഞു കൊടുക്കുന്നു, അള്ളാഹു നിങ്ങളെ ഒരിക്കലും കൈവിടൂല. ഞാൻ മരിച്ചാൽ എന്റെ ജനാസ കൊണ്ടുപോയി വഴിയോരത്ത് വെക്കണം. ഉംറ കഴിഞ്ഞു വരുന്നവരെ കാണാ, ഉംറ കഴിഞ്ഞു വരുന്നവരെ കാണാ. അവരോട് മാറി നിന്നിട്ട് വിളിച്ചു പറയണം, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയാ. അവരുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ എന്റെ കഫം പൊതിഞ്ഞിട്ട് കബറടക്കാൻ വിളിച്ചു പറയണേ മക്കളെ. അബൂദർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്, ലോകത്തോട് വിട പറയുകയാണ്. വാപ്പ പറഞ്ഞതുപോലെ പെൺകുട്ടികൾ വാപ്പയുടെ മയ്യത്തെടുത്തുകൊണ്ട് വഴിയോരത്ത് വെക്കുകയാണ്. അതാ നോക്കി നിൽക്കുകയാണ്. പെങ്ങളെ വരുന്നു, പെങ്ങള്. 70ഓളം വരുന്ന ഒരു സംഘം വരികയാണ്. മഹാനായ സൽമാനിൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിൽ 70ഓളം വരുന്ന ഒരു സംഘം ഉംറ കഴിഞ്ഞ് വരികയാണ്. 3 പെൺമക്കളും മാറി നിന്ന് വിളിച്ചു പറയുകയാ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയാ, ഞങ്ങളുടെ വാപ്പയുടെ ജനാസയൊന്ന് കബറടക്കണേ. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ ഞങ്ങളുടെ വാപ്പയുടെ ജനാസ കഫം പൊതിയണേ. മക്കൾ അവിടെ നിന്ന് വിളിച്ചു പറയുമ്പോ സൽമാനുൽ ഫാരിസ് തങ്ങൾ ചിന്തിക്കുന്നു, അല്ലാഹ്, ആരാ പടച്ചവനെ, ഇത്രയും പാവപ്പെട്ട സ്വഹാബിയാരാ, ഇത്രയും പാവപ്പെട്ട സ്വഹാബിയാരാ? പടച്ചവനെ, സൽമാൻ തങ്ങൾ ചെന്ന് നോക്കുമ്പോ
മുഖത്തിട്ടിരുന്ന തുണിയങ്ങ് മാറ്റുമ്പോ ആരാ കിടക്കുന്നതെന്നറിയുമോ? മഹാനായ അബൂദറിൽ ഗഫാരി റളിയല്ലാഹു തആല അൻഹു. ആ രംഗമങ്ങ് കണ്ടപ്പോ സൽമാൻ തങ്ങൾ വിളിച്ചു പറഞ്ഞു, സദഖ റസൂലുള്ളാഹ്. മുത്തുനബി പറഞ്ഞത് സത്യമാ, മുത്തുനബി പറഞ്ഞത് സത്യമാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, പണത്തിനുള്ള ആഗ്രഹം കളയണേ. അത് പരീക്ഷണ വസ്തുവാണ് വാപ്പാ. അള്ളാഹുവിന് ഇഷ്ടം കൂടിയിട്ട് നിനക്ക് തന്നതല്ല. ചിലപ്പോ നിനക്ക് തോന്നാറുണ്ട്, നിന്റെ തഴമ്പ് കണ്ടിട്ട്, നിന്റെ ഈമാൻ കണ്ടിട്ട്, നിന്റെ കുടുംബമുഖം കണ്ടിട്ട് അള്ളാഹു തന്നതാണെന്ന് തോന്നരുത്. അതൊരു പരീക്ഷണ വസ്തുവാണ്, അതൊരു പരീക്ഷണ വസ്തുവാണ്. അള്ളാഹു നിനക്ക് സമ്പത്ത് തന്നിരിക്കുന്നത് നിന്നെ പരീക്ഷിക്കാരാ. അതുകൊണ്ട് പണം ഒരുപാട് കിട്ടുന്നത് നല്ലതാണെന്ന് കരുതരുത്. പടച്ചവരെ, പ്രവാചകന്മാരിൽ ഏറ്റവും അവസാനം സ്വർഗത്തിൽ പോകുന്ന നബിയേതാ? 1,24,000 പരം വരുന്ന പ്രവാചകന്മാര്. ആ പ്രവാചകന്മാരിൽ ഏറ്റവും അവസാനം സ്വർഗത്തിൽ പോകുന്ന നബിയേതാ? മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം. എന്തുകൊണ്ടാണെന്നറിയുമോ? പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള പ്രവാചകന് സുലൈമാൻ നബിയാ. ഏറ്റവും വലിയ സമ്പന്നന് സുലൈമാൻ നബിയാ. അതുകൊണ്ടാണ് ഏറ്റവും അവസാനം സ്വർഗത്തിൽ പോകുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകന് ലക്ഷക്കണക്കിന് സ്വഹാബികളുണ്ടല്ലോ. അതാ അബൂബക്കർ തങ്ങൾ മുതൽ വഹ്ശി റളിയല്ലാഹു തആല അൻഹു വരെ ലക്ഷക്കണക്കിന് സ്വഹാബത്ത്. ആ സ്വഹാബികളിൽ ഏറ്റവും അവസാന സ്വർഗത്തിൽ പോകുന്ന സ്വഹാബിയതാ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു. കാരണം ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള സ്വഹാബിയാ, ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള സ്വഹാബിയാണ് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതാണ് നിബിധങ്ങൾ പറഞ്ഞത്. പാവപ്പെട്ടവന് സ്വർഗത്തിൽ കടന്ന് കൊല്ലങ്ങൾ കഴിഞ്ഞാലേ പണക്കാരൻ സ്വർഗത്തിൽ കടക്കൂ എന്ന് നിബിധങ്ങൾ അവിടെ നിന്ന് പറയുമ്പോ ഞാൻ പറഞ്ഞു വന്നത്, നിബിധങ്ങൾ പറയുകയാണ്, പ്രായമായവർക്ക് പണത്തിനോട് വല്ലാത്ത ആർത്തിയാ. ഒരാൾക്കും കൊടുക്കൂല. അലമാരിയുടെ താക്കോല് അരയിൽ കെട്ടി നടക്കുന്ന വാപ്പമാരുണ്ട്. സ്വന്തം മക്കൾക്ക് കൊടുക്കൂല, ഭാര്യമാർക്ക് കൊടുക്കൂല, എന്നാ സ്വന്തം തിന്നുകയുമില്ല. പടച്ചവനെ അങ്ങനെ ജീവിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അപ്പൊ നിബിധങ്ങൾ പറയുന്നു, പ്രായമാകുമ്പോ അതാ മനുഷ്യനുണ്ടാകുന്ന ഒന്നാമത്തെ ആഗ്രഹം സമ്പത്തിനോടുള്ള ആർത്തിയാ. 2, അവർ മരണത്തെ ഇഷ്ടപ്പെടുന്നില്ല. 99 വയസ്സുവരെ ജീവിച്ചവനും പിന്നെയും ആഗ്രഹമാണ്, ഇനിയും ജീവിക്കണം, ഇനിയും ജീവിക്കണം. മക്കളെ കെട്ടിച്ചു, കൊച്ചുമക്കളെ കെട്ടിച്ചു, എന്നിട്ടും പറയുകയാ, കൊച്ചുമക്കളുടെ കുഞ്ഞിനെ കൂടെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ. എന്റെ പ്രിയപ്പെട്ടവരെ, ആഗ്രഹമാണ്, വല്ലാത്ത ആഗ്രഹമാണ്. മരിക്കാൻ താല്പര്യമില്ല, മരണത്തെ ആഗ്രഹിക്കുന്നില്ല, മരണത്തെ കുറിച്ച് പറയുന്നത് പോലും ഇഷ്ടമല്ല. പടച്ചവനെ, മരിച്ച വീട്ടിൽ പോലും പലരും പോകാറില്ല. കാരണം നമ്മൾ വെറുക്കുകയാണ്, നമ്മളത് പറയുന്നത് കേൾക്കാൻ ആഗ്രഹിക്കാത്തവരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എത്ര ആഗ്രഹിച്ചാലും എന്തെല്ലാം ചെയ്താലും ഖാബുൽ അർവാഹു മലക്ക് അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് വരേണ്ട സമയത്ത് വരും ബാപ്പാ. ഒരു നിമിഷം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാറില്ല. വലയുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. ഒരു നിമിഷം പോലും മാറാറില്ല പെങ്ങളെ. കറക്റ്റ് സമയത്ത് എത്തേണ്ട സമയത്ത് ഒരു മിനിറ്റ്
പോലും മുണ്ടാതെ പിന്താതെ ആ മരണം നിന്നെ തേടി വരുമെന്ന് പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ ആഗ്രഹം ഇതാണ്. ഞാൻ എന്തിനാ ഇത് പറഞ്ഞതെന്നറിയുമോ? ജീവിച്ചിരിക്കുന്നവരുടെ ആഗ്രഹമാണ് ഞാൻ ഈ പറഞ്ഞത്. ജീവിച്ചിരിക്കുന്ന നമ്മുടെ ആഗ്രഹമാണ് ഞാൻ ഈ പറഞ്ഞത്. എന്നാ ഇതുപോലെ മരിച്ചു പോയവർക്കും ചില ആഗ്രഹമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ജീവിച്ചിരിക്കുന്നവർക്ക് മോഹമുണ്ടോ, ആഗ്രഹമുണ്ടോ, ഒരുപാട് സ്വപ്നങ്ങളുണ്ടോ? ഇതുപോലെ മരിച്ച് ഖബറിലേക്ക് പോയ നിന്റെ വാപ്പയുണ്ടല്ലോ, നിന്റെ ഉമ്മയുണ്ടല്ലോ, നിന്റെ കൂടപ്പിറപ്പുണ്ടല്ലോ, നിങ്ങളുടെ പള്ളിയുടെ പറമ്പിൽ കിടക്കുന്ന കബറാളിയുണ്ടല്ലോ, ആ കബറാളികൾക്കും ചില ആഗ്രഹമുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ജീവിച്ചിരിക്കുന്ന നമുക്ക് ചില ആഗ്രഹമുണ്ട്. അള്ളാഹു സാധിപ്പിച്ചു തരുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിച്ചു തരുമാറാകട്ടെ. ആഗ്രഹം എന്ന് പറഞ്ഞാൽ സാധിപ്പിക്കാനുള്ളതാണ്. ആഗ്രഹങ്ങളും മോഹങ്ങളും എന്ന് പറഞ്ഞാൽ അതൊക്കെ സാധിപ്പിക്കണം. അല്ലാതെ ഇവിടെ കടന്ന് അതൊന്നും ആഗ്രഹങ്ങളൊന്നും സബലീകരിക്കാതെ നഷ്ടവാളിയെ പോലെ നാണം കെട്ട് മരിച്ചു പോകുന്നവരെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്കൊക്കെ നല്ല മരണം നൽകുമാറാകട്ടെ. അള്ളാഹു ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിച്ച് തൗബ ചെയ്തിട്ട് ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കുന്ന മുത്തഖീങ്ങൾ നീ ഞങ്ങളെ പെടുത്തണേ റഹ്മാനെ. ബക്കറ്റ് പിരിവുണ്ടോ? ഇൻഷാ അല്ലാഹ് സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു. അൽഹംദുലില്ലാ, അവരവരുടെ കയ്യിലുള്ളതെടുക്ക്. അവരവരുടെ കയ്യിൽ അള്ളാഹു തന്ന സമ്പത്ത്. ഇപ്പൊ ഇബ്ലീസ് കയ്യിൽ പിടിച്ചിട്ട് പറയും മക്കളെ കെട്ടിക്കണം, വീട് വെക്കണം, എന്തെല്ലാം സ്കൂൾ തുറക്കാൻ പോകുന്നു, പൈസയുടെ ചെലവുണ്ട്. ശൈത്താൻ നമ്മളോട് പലതും പറയും. എൻ്റെ സഹോദര, നിനക്ക് അല്ലാഹു തന്ന സമ്പത്തിൽ നിന്നൊരൽപ്പം നീ എടുക്കുക, നഷ്ടമില്ല. അസ്സദഖത്തു റദ്ദുൽ ബലാ, മഴയാ, അപകടങ്ങളാ, ദുരന്തങ്ങളാ, എന്തെല്ലാം വാർത്തകൾ വായിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സദഖ നമുക്ക് വരാനിരിക്കുന്ന അപകടങ്ങളെയും ദുരന്തങ്ങളെയും തട്ടിമാറ്റും. നമുക്ക് വരാനിരിക്കുന്ന അപകടങ്ങൾ, ദുരന്തങ്ങൾ, എത്രയോ ആക്സിഡന്റ് കാണുന്നു. റോഡിലൂടെ പോകുമ്പോൾ മരവൊടിഞ്ഞ് വീണ് മരിക്കുന്നു, തെങ്ങൊടിഞ്ഞ് വീണ് മരിക്കുന്നു, വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, 2 ദിവസം മുമ്പാണ് കാഞ്ഞങ്ങാട് മാണിക്കോത്ത് മസ്ജിദിൻ്റെ അവിടുത്തെ കുളത്തിൻ്റെ അകത്ത് കുട്ടികൾ വീണ് മരിച്ചുപോയത്. അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. അവരുടെ കുടുംബത്തിന് അള്ളാഹു സമാധാനം നൽകുമാറാകട്ടെ. ഓരോ ദിവസവും എത്ര അപകടങ്ങൾ കാണുന്നു. ഇന്ന് മംഗലാപുരത്ത് ഒരു പള്ളിയുടെ സെക്രട്ടറിയാണ് വെട്ടിക്കൊന്നിരിക്കുന്നത്. നാളെ രാവിലെ പത്രമെടുത്ത് നോക്കുമ്പോൾ കാണാം, മംഗലാപുരത്ത് BC റോഡിൻ്റെ പരിസരത്ത് ഒരു പള്ളിയിലെ സെക്രട്ടറിയെ എൻ്റെ പ്രിയപ്പെട്ടവരെ വളരെ ക്രൂരമായ രീതിയിൽ വെട്ടിക്കൊന്നിരിക്കുക. എന്തിനാന്ന് കൊന്നവനും അറിയില്ല, മരിച്ചവനും അറിയില്ല. എൻ്റെ പ്രിയപ്പെട്ടവർ, അങ്ങനെയുള്ള വാർത്തകൾ നമ്മൾ വായിക്കുന്നു. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സദക്ക കൊടുത്താലും നേട്ടം നമുക്ക്. അള്ളാഹിക്ക് നമ്മുടെ ആരുടെയും പൈസ വേണ്ട, അള്ളാഹിന് നമ്മുടെ ആരുടെയും 5 നയാ പൈസ വേണ്ട. പ്രയോജനം നമുക്കാം. എന്താ പ്രയോജനം? നിനക്ക് വരാനിരിക്കുന്ന അപകടങ്ങൾ മാറും, ദുരന്തങ്ങൾ മാറും. എൻ്റെ പ്രിയപ്പെട്ടവരെ, മാരകമായ രോഗങ്ങളിൽ നിന്നുള്ള ശിഫയാണ് സദഖ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പലരും പറയാറുണ്ട്, ഉസ്താദേ എന്തെല്ലാം മരുന്ന് കഴിച്ചു, എൻ്റെ രോഗം മാറുന്നില്ല, എൻ്റെ വേദന മാറുന്നില്ല. പെങ്ങളെ, എന്തെല്ലാം മരുന്ന് കഴിച്ചിട്ടും മാറാത്ത രോഗം മാറാൻ നിനക്ക് ഞാനൊരു മരുന്ന് പറഞ്ഞു തരട്ടെ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അള്ളാഹുവിന് ചില അടിമകളുണ്ട്, അള്ളാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാ അവര് സദഖ കൊടുത്ത് ചികിത്സിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അവര് സദഖ കൊടുത്ത് ചികിത്സിക്കുന്നവരാണ്, അവര് സദഖ കൊടുത്ത് ചികിത്സിക്കുന്നവരാണ്. അതുകൊണ്ട് സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാ. മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ എടുക്കണോ. ഒരാൾ പോലും ഇല്ലെന്ന് പറയരുത്, ഒരാൾ പോലും ഇല്ലെന്ന് പറയരുത്. പടച്ചവനെ, ഏത് മാരകമായ രോഗത്തെയും കരിച്ചു കളയാൻ സദഖയ്ക്ക് പവറുണ്ടെന്നാണ്. ലക്ഷങ്ങളെ ചിലവഴിച്ചാലും മാറാത്ത രോഗത്തെ മാറ്റിത്തരാൻ ഈ ബക്കറ്റിന്റെ അകത്തിടുന്ന ചെറിയ പൈസയുണ്ടല്ലോ, ഈ സദഖ കൊണ്ട് നമ്മുടെ രോഗം മാറുമെങ്കിൽ, നമ്മുടെ ക്യാൻസർ മാറുമെങ്കിൽ, നമ്മുടെ ട്യൂമർ മാറുമെങ്കിൽ, നമ്മുടെ ബ്ലോക്ക് മാറുമെങ്കിൽ, നമ്മുടെ കിഡ്നി രോഗം മാറുമെങ്കിൽ,
സഹോദരാ, അതല്ലേ നല്ലത്, അതല്ലേ നല്ലത്. അതുകൊണ്ട് നിങ്ങളുടെ നാട്ടിലൊരു മദ്രസ പണിയണമെന്ന ആഗ്രഹത്തോടെ പരിപാടി വെച്ചിരിക്കുകയാണ്. സംഘാടകർ ബക്കറ്റുമായി കടന്നു വരുന്നു. അല്ലാഹു തന്നതാ മോനെ. ആ തന്നതിൽ നിന്നൊരൽപ്പമെടുത്തു ബക്കറ്റിന്റെ അകത്തേക്ക് അല്ലാഹു കൊടുത്താ, പടച്ചവനെ നീ റബ്ബിനോട് പറയണം, മറുത്തു മുറിക്കല്ലേ അല്ലാ. പടച്ചവനെ കൈകാലുകൾ മുറിച്ചു മാറ്റുന്ന രോഗം വരുത്തല്ലേ അല്ലാ. കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന അവസ്ഥ വരുത്തല്ല തമ്പുരാന്. നോക്കി നോക്കി മടുത്തു. വാപ്പ മരിക്കാൻ, ഉമ്മ മരിക്കാൻ, മക്കള് പോലും ദുആ ചെയ്യുന്ന അവസ്ഥ വരുത്തല്ലേ അല്ലാ. അതറിഞ്ഞത് കൊണ്ട്, മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുക്കൂ. ഒരാൾ പോലും ഇല്ലെന്ന് പറയരുത്. അല്ലാഹുവേ, സദഖ കൊടുക്കുന്നവരെ നീ ഏറ്റെടുക്കണേ അല്ലാ. അവർക്ക് ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് വിശദീകരിക്കുന്നില്ല. മരിച്ചുപോയവരുടെ ഒന്നാമത്തെ ആഗ്രഹം എന്താ? ജീവിച്ചിരിക്കുന്നവർക്ക് ആഗ്രഹമുള്ളതുപോലെ മരിച്ചുപോയവർക്കും ചില ആഗ്രഹമുണ്ടോ? ആ മരിച്ചുപോയവരുടെ ഒന്നാമത്തെ ആഗ്രഹം എന്താ? പഠിക്കണേ സഹോദരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഒന്നാമത്തെ ആഗ്രഹം എന്തെന്നറിയോ? നിങ്ങളുടെ പള്ളിയുടെ മിനാരത്തിൽ ഒരു ദിവസം വിളിച്ച് പറയുകയാണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നീ മരണപ്പെട്ടു പോയെന്ന് വിളിച്ചു പറയുന്ന ദിവസമുണ്ടല്ലോ. അല്ലാഹുവേ, കാട്ടുതീ പടരുന്നത് പോലെ നാട് മുഴുവനും നിന്റെ മരണവാർത്ത പരക്കുകയാണ്. നിന്റെ വീട്ടിലേക്ക് എല്ലാവരും ഓടി വരികയാ, ടാർപ്പ കെട്ടുകയാ, കസേര നിരത്തുകയാ, വീടിന്റെ പരിസരത്ത് തീ കൂട്ടി വെള്ളം വെക്കുകയാ, നിയന്ത്രണങ്ങൾ പലരും ഏറ്റെടുക്കുകയാണ്. പടച്ചവനെ, ജനങ്ങൾ മുഴുവനും നിന്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ നിന്റെ കുടുംബക്കാര് നിന്നെ താങ്ങിയെടുത്തിട്ട് വീടിന്റെ സൈഡിൽ ഒരുക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി മലർത്തിക്കിടത്തുകയാ. അവര് നിന്റെ വസ്ത്രങ്ങൾ അടിച്ചു മാറ്റുകയാ. പെങ്ങളെ, സ്വർണ്ണമൊക്കെ ഊരിയെടുത്ത് മോള്, വസ്ത്രങ്ങൾ മുഴുവനും അടിച്ചു മാറ്റി പെങ്ങള്, നജസുകൾ മുഴുവനും കഴുകി വൃത്തിയാക്കി ചെറുപ്പക്കാരാ. നഖത്തിനടിയിലിരിക്കുന്ന അഴുക്കുകൾ പോലും എടുത്തു കളയുകയാണ്. എന്നിട്ട് ചൂടുള്ള വെള്ളത്തിന്റെ അകത്ത് നിന്നെ കുളിപ്പിക്കുകയാ. നല്ലതുപോലെ കുളിപ്പിച്ചു. അതാ സുഗന്ധമിട്ട വെള്ളമൊഴിച്ചു. എന്നിട്ട് നിന്നെ ഒതുവെടുപ്പിക്കുകയാണ്. എന്നിട്ട് നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കുകയാ. റബ്ബേ, എന്നിട്ട് നിന്നെ വെള്ള തുണിക്കകത്ത് പൊതിയുകയാ. ജീവിതത്തിൽ ഒരിക്കലും ധരിക്കാത്ത വെള്ള തുണിക്കകത്ത് നിന്നെ പൊതിയുകയാണ്. ആ റൂമിന്റെ പുറത്തേക്ക് ഒരാൾ ഇറങ്ങി വരികയാണ്. വീട്ടിൽ വല്ലാത്ത തിരക്കാണ്. ആ മനുഷ്യൻ വിളിച്ചു പറയുന്നു, എല്ലാവരും ഒന്ന് മാറി നിൽക്കണേ, എല്ലാവരും ഒന്ന് മാറി നിൽക്കണേ. എല്ലാവരോടും മാറി നിൽക്കാൻ പറയുമ്പോ അനുസരണയോടെ എല്ലാവരും മാറി നിൽക്കുകയാണ്. 6 പേര് കൈകോർത്തി പിടിച്ച് നിന്റെ ജനാസ കൊണ്ടുവരികയാ. നിന്റെ ജനാസ കൊണ്ടുവരികയാണ്. വീടിന്റെ കത്ത് വിരിച്ചിട്ടിരിക്കുന്ന 3 കഷ്ടം തുണിയുടെ മുകളിലേക്ക് നിന്നെ കൊണ്ടുവന്ന് മലർത്തിക്കിടത്തുകയാ. അല്ലാഹുവേ, എന്തൊരു ജനമാണെന്നറിയോ? ഈ രംഗം ഓരോരുത്തരുടെയും വീട്ടിൽ വരുന്ന രംഗമാണ്. ആ രംഗമൊന്ന് ചിന്തിച്ചു നോക്കടോ. പരാതിയില്ലടോ, എന്നെ വിളിച്ചില്ല, എന്നോട് പറഞ്ഞില്ല എന്ന് പരാതിയില്ല. നാട്ടുകാരും കുടുംബക്കാരും അയൽവാസിയും മുസ്ലിമും അമുസ്ലിമും എല്ലാവരും നിന്റെ വീട്ടിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഇതുപോലെ നിന്റെ വീട്ടിൽ ഒരിക്കലും ജനം കൂടിയിട്ടില്ല. ഇതുപോലെ ഒരിക്കലും നിന്റെ വീട്ടിൽ ജനം കൂടിയിട്ടില്ല. അന്നൊരാൾക്കും പരാതിയില്ല, പറഞ്ഞില്ല, വിളിച്ചില്ല എന്ന്. എല്ലാവരും ഉസ്താദന്മാര് വന്നു, കമ്മിറ്റിക്കാര് വന്നു, കാർണവന്മാര് വന്നു, കുടുംബക്കാര് മുഴുവനും വന്നു, നാട്ടുകാര് മുഴുവനും വന്നു, കൂടെ പഠിച്ചവരും കൂടെ നടന്നവരും എല്ലാവരും നിന്റെ വീട്ടിലേക്ക് കടന്നു വന്നു. എല്ലാവരും തിക്കും തിരക്കും കൂട്ടുമ്പോ
തലയുടെ ഭാഗത്തിരിക്കുന്ന മനുഷ്യൻ ചോദിക്കുകയാ, നിന്റെ തലയുടെ ഭാഗത്തിരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യൻ ചോദിക്കുന്നു, പഞ്ഞിയെവിടെ? ആ സുഗന്ധം തേച്ച പഞ്ഞിയെവിടെ? എന്തിനാ ഉമ്മ ആ സുഗന്ധം തേച്ച പഞ്ഞി എന്തിനാണ് ചോദിക്കുന്നതെന്നറിയുമോ? മൂക്കിന്റെ ദ്വാരമാ പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ. മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. പഞ്ഞിയെടുത്ത് നിന്റെ മൂക്കിന്റെ ദ്വാരത്ത് വെക്കുകയാണ്. കാണണ്ടവരൊക്കെ കണ്ടോ? സിറാജിനെ കാണണ്ടവരൊക്കെ കണ്ടോ? പടച്ചവനെ നമ്മുടെ വീട്ടിൽ പറയുകയാണ്, സാക്കിർ ഉസ്താദിനെ കാണണ്ടവരൊക്കെ കണ്ടോ? എന്നെയും നിങ്ങളെയും കാണണ്ടവരൊക്കെ കണ്ടോളാം വിളിച്ചു പറയുകയാണ്. അങ്ങനെ നമ്മൾ അവസാനമായിട്ടൊന്ന് കാണുന്നതിന് വേണ്ടി ജനങ്ങൾ മുഴുവനും തിരക്ക് കൂട്ടിയപ്പോ ആ തലയുടെ ഭാഗത്തിരുന്ന് ആരോ പറയുന്നുണ്ട്, കണ്ടതൊക്കെ മതി പുതിയാർ, കണ്ടതൊക്കെ മതി പുതിയാർ. സുബ്ഹാനല്ലാഹ്. ആ പുതിയങ്ങ് പൊതിഞ്ഞ മരണ വീട്ടിൽ ഏറ്റവും കൂടുതൽ നിലവിളി കേൾക്കുന്ന സമയമെപ്പോഴാ? ഏത് കരയാത്തവനും കരഞ്ഞു പോകുമടോ, ഏത് കരയാത്തവനും കരഞ്ഞു പോകുമടോ. അന്നത്തെ കണ്ണുനീരിന് വിലയില്ലടോ. എന്റെ ഉപ്പാനെ കൊണ്ടുപോകല്ലേ, എന്റെ ഉമ്മാനെ കൊണ്ടുപോകല്ലേ, എന്റെ ഇക്കാനെ കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മരണ വീട്ടിൽ എല്ലാവരും കരയുന്ന രംഗമാണ്. ആ മയ്യത്ത് പൊതിയുന്ന സമയമുണ്ടല്ലോ, വീടിന്റെ മുറ്റത്ത് മയ്യത്ത് കട്ടിലെന്ന് പറയുന്ന വാഹനം കൊണ്ടുവെക്കുന്ന രംഗമുണ്ടോ? എല്ലാ വീട്ടിലും ഫ്രീ ആയിട്ട് വരുന്ന വാഹനമാണത്. ഏത് പാവപ്പെട്ടവന്റെ വീട്ടിലും കടന്നു വരും, ഏത് കോടീശ്വരന്റെ വീട്ടിലും കടന്നു വരും. പടച്ചവനെ, അതാ മോഡലിന് വ്യത്യാസമില്ല. എത്ര കൊല്ലം കഴിഞ്ഞാലും ഒരേ ഒരു മോഡല്. ഫാഷനൊന്നും മാറുന്നില്ലടോ. ഇൻഷുറൻസ് വേണ്ട, ടാക്സ് വേണ്ട, പെട്രോൾ വേണ്ട, ഡീസൽ വേണ്ട, ഡ്രൈവർ വേണ്ട, പെറ്റിയില്ല, ഫ്രീ സർവീസാ സഹോദരാ. മയ്യത്ത് കട്ടിലെന്ന് പറയുന്ന വാഹനം നിന്റെ വീട്ടിലേക്ക് കൊണ്ടുവെക്കുന്ന രംഗമുണ്ടല്ലോ. അപ്പോഴാണ് മരിച്ചുപോയവരുടെ ഒന്നാമത്തെ ആഗ്രഹം കേൾക്കണോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആ മരിച്ചുപോയ മയ്യത്തിന്റെ ഒന്നാമത്തെ ആഗ്രഹം അപ്പോഴാ വീടിന്റെ അകത്ത് വെള്ളത്തുണിക്കകത്ത് പുതച്ച് കിടത്തിയിരിക്കുന്ന മയ്യത്ത് നമ്മളോട് വിളിച്ചു പറയുന്ന ഒന്നാമത്തെ കാര്യമെന്താ? ആ മയ്യത്തിന്റെ ഒന്നാമത്തെ ആഗ്രഹം എന്താ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബാ, ആ മയ്യത്ത് വിളിച്ചു പറയുന്നു, ഖദ്ദിമൂനി ഖദ്ദിമൂനി. മരിച്ചുപോയ മനുഷ്യൻ നല്ല മനുഷ്യനാണോ? ആ മനുഷ്യൻ വിളിച്ചു പറയുന്നു, എന്നെ ഒന്ന് ഖബറടക്കാ കൊണ്ടുപോകണേ, എന്നെ നിങ്ങളൊന്ന് കൊണ്ടുപോയി ഖബറടക്കണേ, എന്നെ പെട്ടെന്ന് കൊണ്ടുപോയി ഖബറടക്കണേ. നിങ്ങൾ ഈ വീടിന്റെ അകത്ത് വെച്ചുകൊണ്ടിരിക്കല്ലേ, എനിക്ക് സ്വർഗത്തിൽ പോകാനാ. മക്കളെ, വാപ്പാര ഒന്ന് സ്വർഗത്തിലേക്ക് പെട്ടെന്ന് വിടടാ. മക്കളെ, ഉമ്മാന ഒന്ന് സ്വർഗത്തിലേക്ക് പെട്ടെന്ന് വിടടാ. എന്നെ കൊണ്ടുപോയി പെട്ടെന്നൊന്ന് ഖബറടക്കണേ എന്ന് ആ ഖബർ വിളിച്ച് പറയുമെന്ന് നബി, ആ മൈദനാസ വിളിച്ച് പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ആ മയ്യത്ത് വിളിച്ചു പറയുന്നു, എന്നെ നിങ്ങൾ കൊണ്ടുപോ, എന്നെ നിങ്ങളൊന്ന് കൊണ്ടുപോ.
എന്നെ പെട്ടെന്ന് കൊണ്ടുപോയെന്ന് ഖബറടക്ക് എന്ന് ആ ജനാസ വിളിച്ചു പറയുമെന്ന് നിബിധങ്ങൾ പറയുമ്പോ മോശമായ ജനാസ വിളിച്ചു പറയുന്നു, എവിടെ കൊണ്ടുപോകുവാ, എന്നെ കൊണ്ടുപോകല്ലേ, എന്നെ കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മയ്യത്ത് പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മരിച്ചുപോയവരുടെ ഒന്നാമത്തെ ആഗ്രഹം അവര് പറയും, എന്നെ ഒന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും, എന്നെ ഒന്ന് പെട്ടെന്ന് കൊണ്ടുപോയി ഖബറടക്ക്, നിങ്ങളൊന്ന് ധൃതി കാണിക്കുകയെന്ന് ജനാസ വിളിച്ചു പറയുമെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി ഉറക്കപ്പറ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ജനാസ പറയുന്ന ഒന്നാമത്തെ കാര്യം, എന്നെ നിങ്ങൾ പെട്ടെന്നൊന്ന് കൊണ്ടുപോയി ഖബറടക്ക്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. വാപ്പ പറയുന്ന, എടാ ഞാൻ സ്വർഗം കണ്ടിട്ട് മരിച്ചു കിടക്ക, എന്നെ ഒന്ന് പെട്ടെന്ന് സ്വർഗത്തിലേക്ക് വിടടാ, വാപ്പ ഗൾഫിൽ കിടക്കുന്നവൻ വരട്ടെ, വാപ്പ അവിടെ കിടക്ക്. ഉമ്മ നിങ്ങൾ സ്വർഗത്തിൽ പോകണ്ട, അവിടെ കിടക്കുന്നു, ബാംഗ്ലൂരിൽ നിന്ന് വണ്ടി കയറിയിട്ടുണ്ട്, ഫ്ലൈറ്റ് എടുക്കാൻ ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട്, അവൻ 5 മണിക്ക് വരും, അവിടെ കിടക്കാൻ പോണ്ടാന്ന്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, ഉറക്കപ്പറ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. വാപ്പ എന്താ പറയണേ, ഒരു മയ്യത്തിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ ദ്രോഹം അതാടോ, സ്വന്തം വാപ്പ ഈമാനോടുകൂടി മരിച്ച് സ്വർഗം കണ്ടിട്ട് മരിച്ചടക്ക, വാപ്പ പറയുന്നു എന്നെ സ്വർഗത്തിൽ വിടടാ, അവിടെ കിടക്ക് വാപ്പ, ഗൾഫിൽ നിന്ന് ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട്, ഇനി അവൻ വരണം, അവൻ 5 മണിക്ക് വരും, നമുക്ക് 7 മണിക്ക് കൊണ്ടടക്കാം. ഇങ്ങനെ വെച്ച് മയ്യത്തിങ് വെച്ചിട്ടിങ്ങനെ ഇരിക്കാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദര, ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ കാണിക്കേണ്ടവരെ കാണിക്കണം, എന്നിട്ട് പെട്ടെന്ന് കൊണ്ടുപോയി കബറടക്കണം, ഇല്ലെങ്കിൽ ആ ജനാസ നിന്നെ ശപിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇന്ന് അതൊക്കെ ഒരു മോഡലായി മാറിയിരിക്കുന്നു, അതൊക്കെ ഇന്നൊരു ഫാഷനായി മാറിയിരിക്കുക. മരിച്ചാൽ പെട്ടെന്ന് കൊണ്ടുപോയി കബറടക്കുന്നതൊന്നും ശരിയല്ലല്ലോ. ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന് അൽഹംദുലില്ലാ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ കാണിക്കണം, സെൽഫിയൊക്കെ എടുക്കണം, എന്ന കാലം അങ്ങനെ ആയിപ്പോയി. എടോ 5 കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദര, 4 കാര്യങ്ങൾ ചെയ്യണമെന്ന് തോന്നിയാൽ അപ്പം ചെയ്യണം, പിന്നത്തേക്ക് മാറ്റി വെക്കരുത്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നിർത്താറായോ? നിർത്താറായോ? നിങ്ങൾ മരിച്ച വീട്ടിയിരിക്കണ പോലെ ഇരിക്കണം. അതുകൊണ്ട് ചോദിച്ചാ മരണം പറയുമ്പോൾ നിങ്ങൾ മരിച്ച വീട്ടിയിരിക്കണ പോലെ ഇരിക്കണം, ഒരു പ്രതികരണവും ഇല്ല. മടുത്ത 4 കാര്യങ്ങൾ പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റി വെക്കരുതെന്ന് നബിയുനാ റസൂലുള്ളാഹി ആ 4 കാര്യങ്ങളിൽ ഒന്ന്, നിസ്കരിക്കണമെന്ന് തോന്നിയാൽ അപ്പം നിസ്കരിക്കണം, അത് പിന്നത്തേക്ക് മാറ്റിവെച്ചാൽ നടക്കാറില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. സുബഹിക്ക് ബാങ്ക് വിളിച്ചു, ഒന്ന് ഉണർന്നു, ആ ബാങ്ക് വിളിച്ചു, അരമണിക്കൂറുണ്ടല്ലോ ഇഖാമത്ത് കൊടുക്കാൻ, ഒന്നുകൂടെ കണ്ണടച്ചേക്കാം, പിന്നെ കണ്ണ് തുറക്കുമ്പോൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ടാകും. നിസ്കരിക്കണമെന്ന് തോന്നിയാൽ അപ്പം തന്നെ നിസ്കരിക്കണം, പിന്നത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് നടക്കാറില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. 2 വീട്ടിലാരെങ്കിലും മരിച്ചു, കാണിക്കേണ്ടവരെ കാണിക്കണം, പെട്ടെന്ന് കൊണ്ടുപോയി കബറടക്കണം, ഇല്ലെങ്കിൽ നാട്ടുകാർ പറയും എവിടെങ്കിലും കൊണ്ട് കുഴിച്ചിടാൻ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഏത് വലിയ മയ്യത്താണെങ്കിലും, എത്ര വലിയ മാപ്പയാണോ ഉമ്മയാണോ ആരുമാകട്ടെ, ആ ജനാസ കൂടുതൽ നേരം വെച്ചുകൊണ്ടിരുന്നാൽ പിന്നെ ദുർഗന്ധമാകും, പിന്നെ അവസാനം പറയും ഇതെവിടെങ്കിലും കൊണ്ട് കുഴിച്ചിടാൻ പറയും. അതുകൊണ്ട് വീട്ടിൽ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, അടുത്ത വഖത്ത് അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത വഖത്ത്, അതാണ് ഏറ്റവും കൂടുതൽ സമയം. എത്ര പെട്ടെന്ന് കൊണ്ട് കബറടക്കാൻ കഴിയുമോ അത്രയും പെട്ടെന്ന് കൊണ്ട് കബറടക്കണം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. 3 സദക്ക കൊടുക്കണമെന്ന് തീരുമാനിച്ചാൽ അപ്പം കൊടുത്തോണം. സദക്ക കൊടുക്കണമെന്ന് തീരുമാനിച്ചാൽ അപ്പം ഇപ്പം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് മദ്രസയ്ക്ക് വേണ്ടിയാ, അൽഹംദുലില്ലാ ഒരു 25,000 രൂപ കൊടുക്കണം, നിയ്യത്ത് ചെയ്തു. വീട്ടിൽ പോകുമ്പോൾ ഭാര്യയോട് പറഞ്ഞേടി ഞാനൊരു 25,000 കൊടുക്കാമെന്ന് വിചാരിക്കും. അള്ളാഹുവേ, നിങ്ങൾ എന്ത് കണ്ടിട്ടാ, സ്കൂൾ തുറക്കാറായില്ലേ, ആകെ പ്രയാസമല്ലേ. ഭാര്യ അത് വെട്ടും, പകുതിയാക്കും. അവസാനം ഒരു 5,000 രൂപയെങ്കിലും കൊടുത്താലായി. ഇവിടെ സദക്ക കൊടുക്കണമെന്ന് തീരുമാനിച്ചാൽ അപ്പം തന്നെ കൊടുക്കണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. 4ാമത്തെ കാര്യം, ആണുങ്ങളും പെണ്ണുങ്ങളും കേൾക്ക്, പ്രത്യേകിച്ച് മാതാപിതാക്കൾ കേൾക്കണം. 4ാമത്തെ കാര്യം എന്താ? ഉറങ്ങുന്ന ഉമ്മമാരൊക്കെ ഒന്ന് എഴുന്നേറ്റ്, ഉറങ്ങണ മാതാപിതാക്കളൊന്ന് എഴുന്നേറ്റ്. എഴുന്നേക്കാനല്ല, ഒന്ന് ഉണർന്നോ, ഈ പറയണ കാര്യം ഒന്ന് കേൾക്കാനാ. 4ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നിന്റെ മക്കൾക്ക് പ്രായപൂർത്തിയായി, ആണാകട്ടെ പെണ്ണാകട്ടെ, മക്കൾക്ക് പ്രായപൂർത്തിയായി, അവർക്ക് കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം വന്നു തുടങ്ങിയാൽ അവരെ വെച്ചോണ്ടിരിക്കരുത്, നിങ്ങൾ കെട്ടിച്ചു വിടണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. കേട്ടോ, എടാ മക്കള് 18 ആയി, 20 ആയി, 25 ആയി, 28 ആയി, 30 ആയി,
കെട്ടിച്ചു വിടുവോ? ഇവൻ ഇങ്ങനെ ബസ് സ്റ്റോപ്പും സ്കൂളിന്റെ ഫ്രണ്ടും കറങ്ങുന്നുണ്ട്. വീട്ടിൽ മിസ് കോളുകളൊക്കെ വന്നു തുടങ്ങി. മോള് സ്റ്റാറ്റസ് ഇടാൻ തുടങ്ങി. പതിവില്ലാതെ മകൾ ഒരുങ്ങി സ്റ്റാറ്റസ് ഇടാൻ തുടങ്ങി. ഉമ്മ മനസ്സിലാകണം, കാല് പൊക്കാൻ തുടങ്ങി എന്ന് മനസ്സിലാകുക. നീ ഈ പ്രായം കഴിഞ്ഞല്ലേ വന്നേ. എടോ, ഒരു പെണ്ണ് സ്റ്റാറ്റസ് ഇടുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ട ചില കാര്യമുണ്ട്. എന്തിനാ സ്റ്റാറ്റസ് ഇടുന്നേ? അപ്പുറത്ത് ആരോ കാണാനുണ്ട്, അതുകൊണ്ടാ ഇടുന്നേ. ആരോ കാണാനുണ്ട്. അല്ലാതെ ഇപ്പം സിറാജുദ്ദീൻ കാസിമി എന്നും അടിപൊളി ഫോട്ടോ എടുത്തിട്ട് ഇടുന്നുണ്ടെങ്കിൽ സിറാജ് എന്തിനാ ഇടുന്നേ? ഇത് കാണാൻ വേറെ ആരോ ഉണ്ട്. അതാ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. നിന്റെ മോൾ അമിതമായിട്ട് ഒരുങ്ങുന്നു. വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് കോള് വരുന്നു. രാത്രി പുതപ്പിനടിയിൽ ചെറിയ ചെറിയ ശബ്ദം കേൾക്കുന്നു. നീ മനസ്സിലാക്കേണ്ടത് എന്താ? നിന്റെ മകൾക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന്. 24 25 പഠിക്കട്ടെ പഠിക്കട്ടെ പഠിക്കട്ടെ. അവസാനം നീ പഠിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറയടോ. ചെറുപ്പക്കാർ പറയുന്നുണ്ട്, എൻ്റെ പൊന്നുസ്താദ ഇതെൻ്റെ വാപ്പാടുത്തൊന്ന് പറ. നിങ്ങൾ പെൺകുട്ടികൾ പറയുന്നുണ്ട്, ഞാൻ പറയാൻ പറ്റുമോ? എന്നെ കെട്ടിച്ചുവിടെ, എന്നെ കെട്ടിച്ചുവിടുന്ന ചില തള്ളമാരങ്ങനാടോ. മക്കൾക്ക് പ്രായമായാലും കെട്ടിച്ചു വിടത്തില്ല. പഠിക്കട്ടെ പഠിക്കട്ടെ പഠിക്കട്ടെ, പഠിച്ച് ജോലിയായിട്ട് കെട്ടിയാൽ മതി. അവസാനം കെട്ടിക്കാനുള്ള യോഗം ഉണ്ടാവത്തില്ല. അതാ ഞാൻ പറഞ്ഞത്. അള്ളാഹു നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ജീവിതം നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മയ്യത്ത് ആഗ്രഹിക്കുന്നത് എത്രയും പെട്ടെന്ന് കൊണ്ടുപോയി കബറടക്കാനാ. ഇത് നല്ല മയ്യത്ത്. മോശമായ മയ്യത്തോ ജനാസ ചുമന്നു കൊണ്ടുപോകുമ്പോൾ പറമ്പിൽ റോഡ് സൈഡിൽ കെട്ടിയിട്ടിരിക്കുന്ന മൃഗം കടന്ന് ചാടാറുണ്ട്. ചില മൃഗങ്ങൾ കടന്ന് ചാടാറുണ്ട്. എന്തുകൊണ്ടാ ചാടുന്നേ? ഈ ജനാസ കടന്ന് നിലവിളിക്കുകയാ, എന്നെ കൊണ്ടുപോകല്ലേ. നിങ്ങൾ എവിടേക്കാ എന്നെ കൊണ്ടുപോകുന്നേ? എന്നെ നിങ്ങൾ കൊണ്ടുപോകല്ലേ, എന്നെ കബറടക്കല്ലേ എന്ന് ജനാസ വിളിച്ചു പറയുകയാ. അതുകൊണ്ട് മരിച്ചുപോയ മയ്യത്തിന്റെ ഒന്നാമത്തെ ആഗ്രഹം എന്തെന്നറിയുവോ? ആ നല്ല മയ്യത്ത് വിളിച്ചു പറയുകയാണ്, ഖദ്ദിമൂനി, നിങ്ങൾ എന്നെ ഒന്ന് പെട്ടെന്ന് കൊണ്ടുപോയി കബറടക്കണേ. എന്നെ നിങ്ങൾ പെട്ടെന്ന് കൊണ്ടുപോയി ഒന്ന് കബറടക്കണേ എന്നാ മയ്യത്ത് ആഗ്രഹിക്കുകയാണ്. ആ മയ്യത്ത് വിളിച്ചു പറയുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരാ, ഇനി രണ്ടാമത്തെ ആഗ്രഹം എന്തെന്നറിയുമോ? പടച്ചവനെ, ജനാസ കൊണ്ടുപോവുകയാ. ജനാസ ഖബർ ആ പള്ളിയിലേക്ക് കൊണ്ടുപോയി. മയ്യത്ത് നമസ്കാരം കഴിഞ്ഞു. ജനാസ ഖബറും കാട്ടിലേക്ക് ഇറങ്ങുകയാണ്. ചെറുപ്പക്കാരാ, മയ്യത്ത് പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടിറങ്ങുകയാ. ആ സമയത്തൊരു ശബ്ദം കേൾക്കും, മോനെ, പടച്ചവനെ, ജനാസ ഖബറിലേക്ക് കൊണ്ടുപോകാൻ അതാ ഖബറടക്കുന്നതിന് വേണ്ടി പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടിറങ്ങുമ്പോ ഖബറവനോട് സംസാരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഖബറിന്റെ സംസാരം അവന് കേൾക്കുകയാണ്. ഖബറിന്റെ സംസാരം അവന് കേൾക്കുകയാണ്. പെങ്ങളെ, നിനക്ക് നാവുള്ളതുപോലെ എനിക്ക് നാവുള്ളതുപോലെ ഖബറിന് നാവുണ്ടടോ, ഖബറിന് നാവുണ്ടടോ. എല്ലാ മനുഷ്യരോടും ഖബർ സംസാരിക്കുന്നുണ്ട്. ചെറുപ്പക്കാരാ, എൻ്റെ ബാപ്പയോട് പറയുകയാണ്, ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. ഇതുപോലെ ഖബറിന് നാവുണ്ട്. ആ ഖബർ സംസാരിക്കുന്നുണ്ട്. പക്ഷേ നമ്മളിൽ പലരും അത് കേൾക്കാറില്ല. അത് നമ്മുടെ പോരായ്മയാണ്. ഖബർ സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റാത്തത് നമ്മുടെ പിഴവാടോ. ഖബർ സംസാരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ഖബറിന്റെ സംസാരം കേൾക്കുന്നത് എപ്പോഴും അറിയുമോ? സഹോദരാ, ജനാസ പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ്. ഒരുപാട് പേരോട് ഖബർ സംസാരിച്ചല്ലോ. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ ഒരു ജനാസ ഖബറടക്കാൻ പോയതാണ്. ഒരു ജനാസ ഖബറടക്കാൻ പോയതാണ്. മയ്യത്ത് ഖബറടക്കി കഴിഞ്ഞപ്പോ എല്ലാവരും പിരിഞ്ഞു പോവുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ഖബറിന്റെ ചാരത്ത് നിൽക്കുകയാണ്. കൂടെ വന്നവര് പറഞ്ഞു, തങ്ങളെ, ഖബറടക്കി കഴിഞ്ഞല്ലോ. മയ്യത്ത് കുളിപ്പിച്ചു, കഫം പൊതിഞ്ഞു, നിസ്കരിച്ചു, ഖബർ കുടിച്ചു, ഖബറടക്കി. ഇനി എന്തിനാണ് ഒറ്റയ്ക്ക് പള്ളിപ്പറമ്പിൽ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറയുന്നു, എന്നെ ആരും ശല്യം ചെയ്യരുത്, എല്ലാവരും പോകണേ, എല്ലാവരും
എല്ലാവരും പോകണേ. എന്നിട്ട് ആരാരുമില്ലാതെ എല്ലാവരും പോയി കഴിഞ്ഞപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല ഒരു ഖബറിന്റെ ചാരത്ത് ചെല്ലുകയാണ്. ആ ഖബറിന്റെ ചാരത്ത് പോയിരുന്ന് കരയുകയാണ്. സംസാരിക്കുന്നില്ലടോ, ഒന്നും മിണ്ടാതെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഇങ്ങനെ കരയുകയാണ്. ഖബറിന്റെ ചാരത്തിരുന്ന് മിണ്ടാതെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരുന്നപ്പോ അങ്ങനെ കരയണമെന്നാണല്ലോ, ഖബർ കണ്ടാ കരയണമെന്നാണ്. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരം മാളമാ സുബ്ഹാന റബ്ബി അതിൽ കിടക്കേണ്ടതാ നസുമാന. ഇതൊക്കെ ചിന്തിച്ചു നീ കരയുക സോദരാ, എങ്കിൽ സുറൂറായി നീ കടക്കും മറുകരാ. ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാലേ പേടിക്കണമെന്നാണ്, ഖബർ കണ്ടാ കരയണമെന്നാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് കരയുകയാണ്. ഖബറിന്റെ ചാരത്തിരുന്ന് കരയുന്നത് കണ്ടപ്പോ ഖബർ ചോദിക്കുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, ഒരുപാട് സമയമായിരുന്ന് കരയുകയാണല്ലോ, എന്തേ എന്നോടൊന്നും നിനക്ക് ചോദിക്കാനില്ലേ? എന്റെ അകത്ത് കിടക്കുന്നവന്റെ അവസ്ഥ നിനക്കറിയണോ? ഞാൻ എങ്ങനെയാണ് പെരുമാറുന്നതെന്നറിയണോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഖബറിനോട് ചോദിക്കുന്നു, എങ്ങനെയാ ഒരു ജനാസ കൊണ്ടുവച്ചാൽ എങ്ങനെയാണ് നീ പെരുമാറുന്നതെന്ന് ചോദിക്കുമ്പോ ഖബർ പറയുന്നു, മസഖ്തുൽ കുഫാർ വസദഖതൽ മുഖലതൈൻ വഅഖൽതു ലഹുമാ. ഖബർ പറയുകയാണ്, ഞാൻ അവന്റെ കഫം തുണികൾ വലിച്ചു കീറുകയാണ്. അല്ലാഹുവേ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറയുന്നു, പറയല്ലേ, അത് കേൾക്കാനുള്ള ധൈര്യം എനിക്കില്ല. പിടഞ്ഞ താഴെ വീണടോ, ഒരു മയ്യത്തിനോട് പെരുമാറുന്നത് എങ്ങനെയാണ് എന്ന് ഖബർ പറയാൻ തുടങ്ങുമ്പോഴേ ചെവി പൊത്തിപ്പിടിച്ച് നിലവിളിച്ചുകൊണ്ട് ബോധം കെട്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് താഴെ വീഴുകയാണ്. പറയല്ലേ. ഖബറിന്റെ മുകളിലേക്ക് ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ കണ്ണുനീര് വീഴുകയാണ്. ചെറിയ കുട്ടികളെ പോലെ ഖബറിന്റെ മുകളിൽ കിടന്ന് കരയുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസിനെ കണ്ടപ്പോ ഖബറിന് പോലും സങ്കടം തോന്നുകയാണ്. അപ്പോഴാണ് ഖബർ പറഞ്ഞു കൊടുത്തത്, അല്ലദുല്ലുക അലാ അഖ്ഫാനിൽ അതുബ്ലാ, രക്ഷപ്പെടാനുള്ള വഴി പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദര, ജനാസ ഖബറിലേക്ക് കൊണ്ടുവച്ചു. അതാ പിടിമണ്ണ് വാരി വെച്ചു, പലക നിരത്തുകയാണ്. എല്ലാവരും മണ്ണ് വാരിയിടുകയാണ്. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ എന്ന് പറഞ്ഞുകൊണ്ട് പിടിമണ്ണ് വാരിയിടുകയാണ്. എല്ലാവരും ഖബറിന്റെ ചാരത്ത് നിന്നും മടങ്ങി പോകുമ്പോ ആ ഖബറിനകത്ത് കിടക്കുന്ന ജനാസയുടെ രണ്ടാമത്തെ ആഗ്രഹം എന്തെന്നറിയുവോ? രണ്ടാമത്തെ ആഗ്രഹം എന്താ? അവൻ ആഗ്രഹിക്കുന്നു, അവൻ ആഗ്രഹിക്കുകയാണ്, പടച്ചവനെ, എന്റെ കുടുംബക്കാരോട് ചെന്നിട്ട് അല്ലാഹു എനിക്ക് ഖബറിനകത്ത് നൽകിയ ഈ പ്രതിഫലത്തെ കുറിച്ചൊന്ന് പറഞ്ഞു കൊടുക്കാൻ ആ മയ്യത്ത് കൊതിക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നബി തങ്ങൾ പറയുന്നു, എന്റെ പ്രിയപ്പെട്ടവരെ, ആ ജനാസ ആഗ്രഹിക്കുകയാണ്, അല്ലാഹുവേ, രണ്ട് മലക്കുകൾ മുഖം പ്രകാശിക്കുന്ന രീതിയിൽ അല്ലാഹ് ഖബറിനകത്ത് ഇറങ്ങി വന്നിട്ട് മൻ റബ്ബുക മൻ ദീനുക മൻ ഇമാമുക, ആ മലക്കുകൾ അവിടെ നിന്ന് ചോദ്യം ചോദിച്ചിട്ട് പടച്ചവനെ അവന്റെ കാലിന്റെ ഭാഗത്ത് സ്വർഗത്തിന്റെ കവാടമങ്ങ് തുറക്കുകയാ. കണ്ണെത്താ ദൂരം ഖബർ വിശാലമാവുകയാ. സ്വർണ്ണ
സ്വർഗത്തിന്റെ വിരിപ്പ് വിരിച്ചു കൊടുക്കുകയാ. കാലിന്റെ ഭാഗത്ത് സ്വർഗം ഇങ്ങനെ തുറന്നു കാണിക്കുകയാ. എന്നിട്ട് ആ മയ്യത്തിനോട് പറയുകയാണ്, ലം കനൗമത്തിൽ ഖിയാമത്ത് നാട് വരെ മണിയറയ്ക്കകത്ത് കിടന്നുറങ്ങുന്നവനെ പോലെ നീ ഇതിനകത്ത് കിടന്ന് ഉറങ്ങിക്കോ എന്ന് അല്ലാഹുവിന്റെ മലക്കുകൾ ആ മയ്യത്തിനോട് പറയുകയാണ്. ആ ഖബറിനകത്ത് അല്ലാഹു കൊടുത്തിരിക്കുന്ന പ്രതിഫലത്തെ കുറിച്ച് എന്റെ ഭാര്യയോടൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ, എന്റെ മക്കളോടൊന്ന് പോയി പറയാൻ പറ്റുമായിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു അല്ലാ എന്ന് മയ്യത്ത് കൊതിച്ചു പോവുകയാണ്. പലരും പറയാറുണ്ട്, ഉസ്താദേ മരിച്ചുപോയ വാപ്പയെ ഞാൻ സ്വപ്നം കണ്ട് ഉസ്താദ്, ചിരിക്കുന്ന മുഖത്തോടെ ഇരിക്കുന്ന എന്റെ വാപ്പയെ കണ്ടു, സന്തോഷത്തോടെ നടക്കുന്ന ഉമ്മയെ കണ്ടു. സഹോദരാ, മരിച്ചുപോയ മയ്യത്തിന്റെ രണ്ടാമത്തെ ആഗ്രഹമാണ്, എനിക്ക് അല്ലാഹു തന്ന പ്രതിഫലത്തെ കുറിച്ച് എനിക്ക് എന്റെ കുടുംബക്കാരോടൊന്ന് പറയാൻ പറ്റിയിരുന്നതെങ്കിൽ. നിസ്കരിച്ചതിന് റബ്ബ് തന്ന പ്രതിഫലം ഇതാണ്, നോമ്പ് പിടിച്ചതിന് റബ്ബ് തന്ന പ്രതിഫലം ഇതാണ്, സദക്ക കൊടുത്തതിന് പടച്ച റബ്ബ് തന്ന പ്രതിഫലം ഇതാണ്. മക്കളെ, ഇരുട്ടുള്ള ഖബറിന്റെ അകത്ത് വല്ലാത്ത വെളിച്ചമാ. ഈ വെളിച്ചം കിട്ടിയത് ഞാൻ അല്ലാഹുവിന്റെ ദീനിനെ സഹായിച്ചല്ലോ, പാവങ്ങളെ സഹായിച്ചല്ലോ, അല്ലാഹുവിന്റെ പള്ളികൾക്ക് കൊടുത്തല്ലോ, മദ്രസയുടെ പണിയാണെന്നറിഞ്ഞപ്പോ അല്ലാഹു എനിക്ക് തന്ന സമ്പത്തിൽ നിന്നൊരൽപ്പം ഞാൻ കൊടുത്തല്ലോ. ഇന്ന് ഖബറിനകത്ത് ഞാൻ ഒറ്റയ്ക്കല്ല, ഖബറിനകത്ത് ആ നന്മകൾ മുഴുവനും എനിക്ക് കൂട്ടായിട്ടുണ്ട്. എന്റെ ഖബറിന് വല്ലാത്ത വിശാലതയാ, എന്റെ ഖബറിനകത്ത് വല്ലാത്ത വെളിച്ചമാ. എന്റെ കാലിന്റെ ഭാഗത്ത് രാവിലെയും വൈകിട്ടും സ്വർഗമിങ്ങനെ തുറന്നു കാണിക്കുകയാ. ഇതൊക്കെ കുടുംബക്കാരോട് ചെന്ന് പറയാറ്. ആ മയ്യത്ത് കൊതിക്കുമെന്ന് നബി തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദര, 6 അടി മണ്ണിന്റെ അകത്ത് പ്രയോജനമുണ്ടാകാറ്. 6 അടി മണ്ണിന്റെ അകത്തേക്ക് കടന്നു ചെല്ലുമ്പോ അവിടെ എന്തെങ്കിലും ഉപകാരപ്പെടുന്നത് ചെയ്യാൻ കഴിയണം സഹോദര. അതുകൊണ്ട് ഈ നാട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, അല്ലാഹു നിങ്ങൾക്കൊരവസരം തരികയാണ്, പടച്ച റബ്ബ് നിങ്ങൾക്കൊരു ചാൻസ് തരികയാണ്. റബ്ബ് തരുന്ന ചാൻസ് ഏതെന്നറിയുമോ? ഒരു ജാരിയായ സദക്ക ചെയ്യാനുള്ള അവസരമാണ്. ഒരു ജാരിയായ സദക്ക ചെയ്യാൻ പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുക്കാനല്ല, രോഗികൾക്ക് മരുന്ന് വാങ്ങലല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്ന, നിസ്കരിക്കാൻ പഠിപ്പിക്കുന്ന, ഖുർആൻ ഓതാൻ പഠിപ്പിക്കുന്ന, മയ്യത്ത് കുളിപ്പിക്കാൻ പഠിപ്പിക്കുന്ന അതാ ഒരു മദ്രസ പണിയണമെന്നാണ് ഇവരുടെ ഏറ്റവും വലിയ ആഗ്രഹം. അതാ എന്ത് കിട്ടിയാലും മദ്രസയ്ക്കാണ്. ഈ പരിപാടി കഴിഞ്ഞെന്തുണ്ടെങ്കിലും അൽഹംദുലില്ലാഹ് നിങ്ങളുടെ നാടിന്റെ വെളിച്ചമായി, നിങ്ങളുടെ നാടിന്റെ ഐശ്വര്യമായി പടച്ചവനെ ഒരു മദ്രസ പണിയണമല്ലോ. ആ ആഗ്രഹത്തോടു കൂടിയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. അത് സാധാരണ ഒരു നന്മയല്ല വാപ്പാ, അത് ജാരിയായ സദക്കയാ, അത് ജാരിയായ സദക്കയാ. പെങ്ങളെ, ഖബറിന്റെ അകത്ത് കിടക്കുമ്പോ എല്ലാ ദിവസവും രാവിലെ ഒരു ഫാത്തിഹ ബോധാറുണ്ടല്ലോ. മദ്രസയിൽ പഠിക്കാൻ വരുന്ന മക്കൾ എല്ലാ ദിവസവും പഠിക്കുന്നതിന് മുമ്പ് ഒരു ഫാത്തിഹ ബോധുമല്ലോ. അവസാനം മടങ്ങി പോകുമ്പോ 3 സ്വലാത്ത് പറയാറുണ്ടല്ലോ. അത് നിന്റെ ഖബറിലേക്ക് എല്ലാ ദിവസം മുടങ്ങാതെ വരുന്ന ഒരു ജാരിയായ സദക്കയാ. ആ സദക്ക കൊടുക്കുന്നതിലൂടെ ഈ മദ്രസ നിലനിൽക്കുന്ന കാലത്തോളം എല്ലാ ദിവസവും മക്കൾ വന്ന് ഫാത്തിഹ ബോധുമ്പോ, ആ മക്കള് സ്വലാത്ത് പറയുമ്പോ അതിന്റെ മിസ്ലിലെ സവാബ് നിന്റെ ഖബറിലേക്ക് വരികയാണ്. പടച്ച റബ്ബേ,
ആ മക്കള് പഠിക്കുകയാ, നിസ്കരിക്കുകയാ, ദിക്ർ പറയുകയാ, ഖുർആൻ ഓതുകയാ. ഇതിന്റെയൊക്കെ ഒരു പ്രതിഫലം നിന്റെ ഖബറിലേക്ക് വരികയാണ്. ആരാരുമില്ലാത്ത പള്ളിപ്പറമ്പിലെ ഇരുട്ട് മൂടിയ ഖബറിന്റെ അകത്ത് വെളിച്ചമായി നീ കൊടുക്കുന്ന സദക്ക വരുമെങ്കിൽ പെങ്ങളെ, ഒരു 3-4 ദിവസമായിട്ട് മഴയാണല്ലോ. പടച്ചവനെ, കരണ്ട് പോയാ നമുക്ക് വല്ലാത്ത പേടിയാ. പടച്ചവരെ, കരണ്ട് പോയി കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ ഉടനെ KSBയിൽ വിളിക്കുകയാണ്, ഇന്ന സ്ഥലത്ത് കരണ്ടില്ല. എപ്പോഴാ വരുന്നത്, എപ്പോഴാ വരുന്നത്? ഒരു വീട്ടിലും ഇന്ന് വിളക്കില്ലടോ, ഒരു വീട്ടിലും ഇന്ന് മെഴുകുതിരിയില്ലടോ. പടച്ചവനെ, കരണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്ത പേടിയാ, ഇരുട്ടത്തിരിക്കാൻ വല്ലാത്ത ഭയമാ. പടച്ചവനെ, കൊച്ചുകുട്ടികൾ ഇരുട്ടത്തിരുന്ന് പഠിച്ചിട്ടില്ല. അതാ വലിയ വീടിന്റെ അകത്ത് പരിസരത്ത് മുഴുവനും വീടുകളുണ്ട്, എന്നിട്ട് പോലും ആ വീടിന്റെ അകത്തൊന്ന് കരണ്ട് പോയപ്പോ എനിക്കും നിങ്ങൾക്കും അതിനകത്തിരിക്കാൻ ഭയമാണെങ്കിൽ AC ഇല്ലാതെ പറ്റുന്നില്ലല്ലോ, അതാ ഫാനില്ലാതെ ഉറക്കം വരുന്നില്ലല്ലോ, വെളിച്ചമില്ലാതെ പേടി വരുന്നല്ലോ. അതാ ഫോൺ എടുത്തുകൊണ്ട് വിളിക്കുകയാ, കരണ്ടില്ല, കരണ്ടില്ല. പെങ്ങളെ, അവരും മനുഷ്യരാടോ, അവരും നമ്മളെ പോലെ മനുഷ്യന്മാരാ, യന്ത്രമൊന്നുമല്ല. പടച്ചവനെ, ആ പാവപ്പെട്ട സഹോദരങ്ങൾ രാവും പകലും കടന്നു ഓടുകയാണ്. എവിടെ മരം വീണാലും രാത്രിയൊന്നും പകലുമില്ലാതെ അവര് കടന്ന് കഷ്ടപ്പെടുന്നു. അവരെ ചീത്ത വിളിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്നാ നാം അവരെ കുറിച്ചൊന്ന് മനസ്സിലാക്കണമടോ. ആ പാവപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ പോസ്റ്റിന്റെ മുകളിൽ വലിഞ്ഞു കയറുന്നു. കരണ്ടുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന സഹോദരങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കണമടോ. നമുക്ക് ഫോൺ എടുത്ത് വിളിച്ചു പറഞ്ഞാ മതി. എന്നാ ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത് എവിടെയാ? പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണിനകത്ത് ഇറക്കി കിടത്തിയിട്ട് പലക നിരത്തിയിട്ട് അതിന്റെ ഇടയിൽ എവിടെയെങ്കിലും ഒരു വിടവുണ്ടെങ്കിൽ ആ വിടവ് പോലും നമ്മൾ മറച്ചു വെക്കുന്നവരാണ്. എന്നിട്ട് മണ്ണിട്ട് മൂടി 2 ചെടി എന്നിട്ട് വെള്ളമൊടിച്ചിട്ട് പോകുമ്പോ എങ്ങനെ കിടക്കും ബാപ്പാ, എങ്ങനെ കിടക്കും പെങ്ങളെ? ഓടാ പറ്റില്ലല്ലോ, നിലവിളിച്ചാൽ ആള് കേൾക്കില്ലല്ലോ. ഖബറിന്റെ ആഴമാ സോദരാ നീ നോക്ക്, അതിൽ നിന്നെ മെല്ലെ ഇറക്കലും ഒന്നോർക്ക്. ഇതുപോലെ ജീവിത കാലമില്ലൊരുക്കുണ്ട്, കുടുസായതും കണ്ടിട്ടുമുണ്ടോ പണ്ട്? ഇതുപോലെ ഒരു വീട് കണ്ടിട്ടുണ്ടോ മോനെ? പള്ളിപ്പറമ്പിലെ ഖബറിനകത്ത് കിടക്കുന്ന അവസ്ഥയെ കുറിച്ച് ചിന്തിക്കാത്തതെന്ത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, പെയ്ത അതാ പേമാരി പെയ്യുന്ന സമയത്താണ് 4 ദിവസമായിട്ട് ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നത്. ഈ നാടിന്റെ ഒത്തൊരുമയാടോ, ഇവരുടെ ഇഖ്ലാസ് ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമമാണ്. പല പരിപാടികളും മഴയുടെ പേര് പറഞ്ഞിട്ട് ഉപേക്ഷിക്കുമ്പോ അല്ലാഹുവേ, സാധാരണ നടക്കുന്നതിനും ഗംഭീരമായി മനോഹരമായ രീതിയിൽ ഇങ്ങനെ ഒരു മജ്‌ലിസ് ഈ നാട്ടിൽ നടക്കുമ്പോ ഇവരുടെ നിയ്യത്ത് നല്ലതാ, ഇവരുടെ ഇഖ്ലാസോട് കൂടിയുള്ള നിയ്യത്ത് നല്ലതാ. നിയ്യത്ത് നല്ലതായത് കൊണ്ടാ അല്ലാഹു ഈ പരിപാടി മുടക്കാതെ മനോഹരമായ രീതിയിൽ ഇങ്ങനെ ഒരുക്കി തന്നത്. അതുകൊണ്ട് കണ്ടില്ലെന്ന് പറയല്ലേ, കണ്ടില്ലെന്ന് നടിക്കല്ലേ. ഉസ്താദേ, പൈസ ചോദിക്കുമ്പോ നമ്മൾ പറയും നമ്മൾ പള്ളിക്ക് കൊടുത്തതാ, പാവങ്ങൾക്ക് കൊടുത്തതാ, ഞാൻ ഒരുപാട് സഹായിച്ചതാ. പറയല്ലേ വാപ്പാ, പറയല്ലേ വാപ്പാ. അല്ലാഹു തന്നിരിക്കുന്നത് നിന്നെ പരീക്ഷിക്കാനാ. ഉള്ളതിൽ പങ്ക് കൊടുക്കണേ പെങ്ങള്. ഇല്ലെന്ന് പറയല്ലേ, ഇല്ലെന്ന് പറയല്ലേ. വഅദ് കേൾക്കാൻ വന്നിരിക്കുന്ന എല്ലാ പെണ്ണിന്റെ ശരീരത്തിലും സ്വർണമാണല്ലോ. എത്ര പവനുണ്ടെന്ന് തൂക്കാതെ പറയാൻ പറ്റുമോ? എത്ര പവന് സ്വർണമാണ് ഇപ്പൊ നിന്റെ കയ്യിലുള്ളതെന്ന് തൂക്കാതെ പറയാൻ പറ്റുമോ? ഇല്ലല്ലോ പെങ്ങള്. സഹോദരാ, നിനക്ക് പറയാൻ പറ്റുമോ നിന്റെ കയ്യിൽ എത്ര ലക്ഷങ്ങളുണ്ടെന്ന്? പറയാൻ നോക്കാതെ പറ്റൂല. അത്രയും സമ്പത്ത് അല്ലാഹു നിനക്ക് തന്നിരിക്കുന്നു. പക്ഷേ കൊടുക്കാൻ മനസ്സില്ലടോ. പള്ളിയാണെങ്കിലും പാവങ്ങളാണെങ്കിലും യതീമാണെങ്കിലും രോഗിയാണെങ്കിലും ഏത് നല്ല കാര്യത്തിന് ചോദിച്ചാലും മനസ്സ് വരും.
വരുന്നില്ലടോ. അതാ ചോദിക്കുന്നവനെ കളിയാക്കി വിടുകയാ, അവനതാ പടച്ചവനെ ഒന്നുമില്ലെന്ന് പറഞ്ഞു വിടുകയാ. എല്ലാവരുടെ ആഗ്രഹം സ്വർഗത്തിൽ പോകണമെന്നല്ലേ, സ്വർഗത്തിൽ പോകണമെന്ന് കൊതിക്കുന്ന വാപ്പാ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഒരു പാവപ്പെട്ടവന് കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി നബിയേ, ഞാനൊരു പാവപ്പെട്ടവനാ നബിയേ, എന്റെ കയ്യിൽ ഒന്നുമില്ല നബിയേ, എന്നെ ഒന്ന് സഹായിക്കണേ എന്ന് മുത്തി നബിയുടെ മുമ്പിൽ വന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകം തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബിയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. ആയിഷ തലതാഴ്ത്തി നിൽക്കുകയാണ്. കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ അകത്ത് കൊടുക്കാനൊന്നുമില്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ അകത്ത് കൊടുക്കാനൊന്നുമില്ല. പടച്ചവനെ നബി തങ്ങൾക്ക് മനസ്സിലായി ഒന്നുമില്ലെന്ന്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ അബൂബക്കറിന്റെ വീട്ടിലേക്ക് പോകാൻ, എന്റെ അബൂബക്കറിന്റെ വീട്ടിൽ പോയാൽ ഒരിക്കലും അബൂബക്കർ വെറും കൈയോടെ മടക്കൂല. ആ മനുഷ്യൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ്. അബൂബക്കർ തങ്ങളുടെ വീടിന്റെ മുറ്റത്ത് ചെന്നു സലാം പറഞ്ഞിട്ട് പറഞ്ഞു, അബൂബക്കറേ, അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞു വിട്ടതാണ്, എനിക്ക് എന്തെങ്കിലും ഒന്ന് തന്ന് സഹായിക്കണേ. അബൂബക്കർ തങ്ങൾക്കറിയാ വീടിന്റെ അകത്തൊന്നുമില്ലെന്ന്, എന്നാലും ചുമ്മാതെ ഒന്ന് കേറി നോക്കുകയാണ്. ആ മനുഷ്യൻ എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ അബൂബക്കർ തങ്ങൾ വീട് മുഴുവനും തെരഞ്ഞു നോക്കിയപ്പോ ഒന്നുമില്ല സഹോദരാ. ഇട്ടിരിക്കുന്ന വസ്ത്രമല്ലാതെ കൊടുക്കാൻ ഒരു വസ്ത്രം പോലും വീടിന്റെ അകത്തില്ല. ആ പാവപ്പെട്ടവനോടൊന്നുമില്ല എന്ന് പറയാൻ അബൂബക്കർ തങ്ങൾ വെളിയിലേക്ക് വരുമ്പോ ആ മനുഷ്യൻ പറയുന്ന, അബൂബക്കറേ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്തെന്നറിയുമോ? എന്റെ അബൂബക്കറിന്റെ വീട്ടിൽ പോയാ വെറും കയ്യോടെ മടക്കൂല. അല്ലാഹുവേ, അബൂബക്കർ തങ്ങളെ വീടിന്റെ അകത്തിരുന്ന് കരയുകയാ. എന്തിനാണ് കരയുന്നതെന്നറിയുമോ? വീടിന്റെ മുറ്റത്ത് വന്ന് നിൽക്കുന്ന പാവപ്പെട്ടവന് വെറും കയ്യോടെ മടക്കാൻ പൈസയില്ല, കൊടുക്കാ ഭക്ഷണമില്ല, കൊടുക്കാ വസ്ത്രമില്ല. അവൻ എന്തെങ്കിലും ഒന്ന് കൊടുക്കണമല്ലോ, എന്തെങ്കിലും ഒന്ന് കൊടുക്കണമല്ലോ. വെറും കയ്യോടെ മടക്കാ മനസ്സ് വരുന്നില്ലടോ. അവസാനം പടച്ചവനെ വാതിലിന്റെ ഇടയിലൂടെ ഒരു പൊതിയെടുത്ത് കൊടുത്തിട്ട് പറയുന്നു, എന്റെ കയ്യിൽ ഇതേ ഉള്ളത് എടുത്തുകൊള്ളാൻ. അല്ലാഹുവേ, ഒരു ജോഡി വസ്ത്രമാണ് കൊടുത്തത്, ധരിക്കാനൊരു വസ്ത്രം കൊടുത്തടോ. ആ മനുഷ്യന് ഉള്ളത് എന്തെങ്കിലും കിട്ടിയല്ലോ എന്ന് മടങ്ങുകയാണ്. അല്ലാഹുവേ, നമസ്കാരത്തിന് പള്ളിയിൽ ബാങ്ക് വിളിച്ചു, എന്നാ നിസ്കരിക്കാൻ വരുന്ന അബൂബക്കർ തങ്ങളെ കാണുന്നില്ല. നിസ്കരിക്കാൻ പള്ളിയിൽ നേരത്തെ വരുന്ന അബൂബക്കറിനെ കാണുന്നില്ല. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, സഹാബ, അബൂബക്കർ വന്നില്ലേ സഹാബ? ഇല്ല നബിയേ, അബൂബക്കർ വന്നില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, എന്തെങ്കിലും രോഗമാണോ? അബൂബക്കറിന് സുഖമില്ലേ സഹാബ? ചെന്ന് നോക്ക് സഹാബ. മഹാനായ തൽഹ തങ്ങളാണ് ചെന്ന് നോക്കാൻ പോകുന്നത്. അബൂബക്കർ തങ്ങളുടെ വീട്ടിലേക്ക് ചെന്ന് നോക്കാൻ പോയിട്ട് ഇലാ ഹദറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓടി വരികയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, രോഗമൊന്നുമില്ല നബിയേ, രോഗമൊന്നുമില്ല നബിയേ. അങ്ങ് പറഞ്ഞു വിട്ട പാവപ്പെട്ട മനുഷ്യനെ വെറും കൈയോടെ മടക്കാ മനസ്സില്ലാതെ, തന്റെ വീടിന്റെ അകത്ത് കൊടുക്കാനൊന്നുമില്ലാതെ ഇട്ടിരുന്ന വസ്ത്രം ഊരിക്കൊടുത്തു നബിയേ. ഇട്ടിരുന്ന വസ്ത്രം ഊരിക്കൊടുത്തു നബിയേ. ധരിക്കാ വസ്ത്രമില്ലാതെ വാതിലടച്ചിരുന്ന് കരയുകയാണ് നബിയേ.
ചേരുന്ന വസ്ത്രമാ ഊരിക്കൊടുത്തത്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അവസാനം അല്ലാഹുവിന്റെ റസൂൽ വീട് തിരയുകയാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ കീറി പറഞ്ഞ ഒരു വസ്ത്രം, ഒരു പടയങ്കിയോ വസ്ത്രമോ എടുത്തു കൊടുത്തു. അതും ധരിച്ചുകൊണ്ട് അബൂബക്കർ തങ്ങൾ നടന്നു വരുമ്പോ ജിബ്രീൽ കരഞ്ഞടോ, അല്ലാഹുവിന്റെ മലക്കുകൾ കരഞ്ഞടോ. എന്റെ പ്രിയപ്പെട്ടവരെ, അബൂബക്കർ തങ്ങൾ കിടക്കുന്ന സ്വർഗമാ ഞാനും നിങ്ങളും ചോദിക്കുന്നത്. എന്തർഹതയാ, എന്ത് യോഗ്യതയാ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന പള്ളിയുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കറിയുമല്ലോ. സഹോദര, മദ്രസയുടെ ലക്ഷ്യം എന്താണെന്ന് നിങ്ങൾക്കറിയുമല്ലോ. അതുകൊണ്ട് പടച്ചവര് പൈസ ചോദിക്കുമ്പോ എഴുന്നേറ്റ് പോടല്ലേ, ഇല്ലെന്ന് പറയല്ലേ പെങ്ങള്, ഇല്ലെന്നൊരാള് പോലും പറയരുത്. നിങ്ങൾക്ക് എന്താണോ കൊടുക്കാൻ പറ്റുന്നത്, ഒരു ചാക്ക് സിമന്റ് ആണെങ്കിൽ അത് മതി സഹോദരാ, ഒരു കല്ലാണെങ്കിൽ അത് മതി സഹോദരാ. നീ അധ്വാനിച്ച പണത്തിൽ നിന്ന് ഒരു 10 രൂപയെങ്കിലും അല്ലാഹുവിന്റെ ഇൽമു പഠിപ്പിക്കുന്ന മദ്രസയ്ക്ക് കൊടുക്കാൻ തയ്യാറാകൂ. അല്ലാതെ എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളില്ലെന്ന് പറയരുത്. സദക്കയുടെ മഹത്വം നിനക്കറിയാഞ്ഞിട്ടാണ്. സദക്ക കൊടുക്കാതിരുന്നാൽ അതിന്റെ മഹത്വം നിനക്കറിയാഞ്ഞിട്ടാണ്, അതിന്റെ വില നിനക്കറിയാഞ്ഞിട്ടാണ്. എപ്പോഴാണതറിയുന്നതെന്നറിയുമോ? ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്. അതാ ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായീൽ എപ്പോഴെവിടെ വെച്ചാ വരുന്നതെന്നറിയില്ല. അത് പറയുമ്പോഴാണോ, കേൾക്കുമ്പോഴാണോ, ദുആ ചെയ്യുമ്പോഴാണോ, ഇറങ്ങി പോകുമ്പോഴാണോ? ഫകസഫിനാ അൻക ഗിതാഅക ഫബസറുക അൽയൗമ ഹദീദ്. എപ്പോ വേണമെങ്കിലും നമ്മുടെ മുമ്പിലേക്ക് ഇറങ്ങി വരാ, ഏത് സമയത്ത് വേണമെങ്കിലും അസ്റായീൽ ഇറങ്ങി വരാ. അസ്റായീൽ വരുമ്പോ എന്റെ വാപ്പ ചോദിക്കുന്നു, അല്ലാ എനിക്കൊരല്പസമയം വേണം അല്ലാ, ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്. ഒരല്പസമയം വേണമല്ലാ, ഒരല്പസമയം വേണമല്ലാ. എന്തിനാ വാപ്പാ സമയം ചോദിക്കുന്നത്? പെങ്ങള്, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, എന്തിനാണ് സമയം ചോദിക്കുന്നതെന്നറിയുമോ? നിസ്കരിക്കാനല്ല, ഖുർആൻ ഓതാനല്ല, തൗബ ചെയ്യാനല്ല, യാത്ര പറയാനല്ല, പൊരുത്തം ചോദിക്കാനല്ല. പിന്നെ എന്തിനാ അല്ലാഹ്? എടാ, നിസ്കരിക്കാനല്ല നീ ചോദിക്കുന്നത്, പടച്ചവനെ ഖുർആൻ ഓതാനല്ല, പൊരുത്തം ചോദിക്കാനല്ല, യാത്ര പറയാനല്ല. പിന്നെ എന്തിനാണ് ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്? അല്പസമയം ചോദിക്കുന്നത് എന്തിനാണെന്നറിയോ? അല്ലാഹുവേ, ഒരുപാട് കൂട്ടിവെച്ചിട്ടുണ്ട് തമ്പുരാനെ, ഒരാൾക്കും കൊടുക്കാതെ. ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചോദിച്ചിട്ട് പോലും കൊടുക്കാതെ ഞാൻ ഒരുപാട് കൂട്ടിവെച്ചിട്ടുണ്ട് തമ്പുരാനെ. പള്ളിയെ ചോരുന്ന അവസ്ഥയിൽ കടന്നു ഞാൻ തിരിഞ്ഞു നോക്കിയില്ല. നാട്ടിലെ മക്കള് പഠിക്കാൻ ഒരു മദ്രസ പണിയാൻ ഒരു ചാക്ക് സിമന്റിന്റെ പോലും ഞാൻ പൈസ കൊടുത്തിട്ടില്ല. എല്ലാം ഞാൻ കൂട്ടി വെച്ചു. എനിക്ക് മനസ്സിലായി കൊണ്ടുപോകാൻ പറ്റില്ലെന്ന്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കൊണ്ടുപോകാൻ എനിക്ക് പറ്റില്ല എന്ന്. അതുകൊണ്ട് റബ്ബേ എനിക്ക് സദക്ക കൊടുക്കണം പടച്ചവനെ, എനിക്ക് സദക്ക കൊടുക്കണം തമ്പുരാനെ. എൻ്റെ ഭാര്യയോടൊന്ന് പറയണം, പെണ്ണേ, ഞാൻ സമ്പാദിച്ചു വെച്ചതിൽ നിന്നൊരൽപ്പമെങ്കിലും നീ പള്ളിക്ക് കൊടുക്കണേ, മദ്രസയ്ക്ക് കൊടുക്കണേ എന്നൊന്ന് പറയാറ്. മക്കളെ, ഉമ്മാടെ ശരീരത്ത് കിടക്കുന്ന സ്വർണമെങ്കിലും എല്ലാം നിങ്ങൾ എടുത്തോ. ഈ ശരീരത്ത് കിടക്കുന്ന സ്വർണമെങ്കിലും അല്ലാഹുവിന്റെ പള്ളിക്കൊന്ന് കൊടുക്കണേ എന്നൊന്ന് പറയാറ്. ഒരല്പസമയം തരണേ അല്ലാ. ഇല്ല വാപ്പാ, 40 കൊല്ലം 50 കൊല്ലം 60 കൊല്ലം അല്ലാഹു നിനക്ക് തന്നിട്ട് കൊടുത്തില്ലല്ലോ.
നാണം കെടും വാപ്പാ, നാണം കെടും പെങ്ങളെ. അതുകൊണ്ട് ആരോടും ഞാൻ പറഞ്ഞു വെച്ചിട്ടില്ല, എഴുന്നേറ്റ് ഓടേണ്ടവർക്കോടാ, ഉറക്കം നടിക്കണ്ടവർക്ക് ഉറക്കം നടിക്കാം, തലകുനിച്ചിരിക്കേണ്ടവർക്ക് തലകുനിച്ചിരിക്കാം. ഒരേ ഒരു പ്രതിഫലമേ ഉള്ളൂ, നിങ്ങളുടെ മഹല്ലിൽ ഒരു മദ്രസ വേണം. അല്ലാഹുവേ, ആ മദ്രസ പണിയുന്നതിന് വേണ്ടി ഒരു കല്ല് വാങ്ങിക്കൊടുത്ത അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഇന്നല്ലാഹ അസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്നാ. പറയുകയല്ല, അല്ലാഹു പറയുകയാ. അല്ലാഹു പറയുന്നു നിനക്ക് സ്വർഗം തരാമെന്ന്. പെങ്ങളെ, അല്ലാഹു പറയുന്നു നിനക്ക് സ്വർഗം തരാമെന്ന്. വേണോ പെങ്ങള്? വേണോ പെങ്ങള്? അല്ലാഹുവിന്റെ സ്വർഗം വേണോ പെങ്ങള്? ഇന്ന് നിന്റെ പേര് വിളിച്ചു പറയില്ല, ഫ്ലക്സ് വെക്കില്ല, ആരും അറിയില്ല. എന്നാ നീ കൊടുത്ത സദക്കയുടെ പ്രതിഫലം നിനക്കറിയടോ? അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വന്നിട്ട് കാലിന്റെ തള്ളവിരൽ മുതൽ റൂഹ് പിടിച്ച് തൊണ്ടക്കുഴിയുടെ ഭാഗത്തേക്ക് കടന്നു വരുമ്പോ എന്തൊരു വേദനയാണെന്നറിയോ? എന്തൊരു വേദനയാണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആയിഷ, ഇന്നൽ മൗതി ലസകറാ, മരണത്തിന് വല്ലാത്ത വേദനയാ ആയിഷ. പറഞ്ഞത് മുത്തുനബിയാ പെങ്ങള്. വാപ്പമാരെ, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, മരണത്തിനൊരു വേദനയുണ്ട് വാപ്പാ. ഞാനും നിങ്ങളും ഉദ്ദേശിക്കുന്ന വേദനയല്ല. ഈ ലോകം തന്നെ പടയ്ക്കാൻ കാരണക്കാരനായ നബിതങ്ങളാണ് മരണവേദന സഹിക്കാൻ കഴിയാതെ എഴുന്നേറ്റല്ലോ, തിരിഞ്ഞും മറിഞ്ഞും കിടന്നല്ലോ, വെള്ളം കോരി മുഖത്തൊഴിച്ചല്ലോ. അസ്റായീലേ, ഒന്ന് പതുക്കെ പിടിക്കുക അസ്റായീൽ, എനിക്ക് വേദനിക്കുന്നു അസ്റായീൽ. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഇതിനെക്കാളും മയമായി പിടിക്കാൻ എനിക്കറിയില്ല നബിയേ. ഇത് സിറാജ് പറഞ്ഞ വാക്കല്ലടോ. മദീനയിലെ പച്ചക്കുപ്പയുടെ മടിത്തട്ടിൽ കടന്നുറങ്ങുന്ന ലോകത്തിന്റെ നേതാവ്, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറഞ്ഞത്, മക്കളെ, മരണത്തിന് വല്ലാത്ത വേദനയാ, മരണത്തിന് വല്ലാത്ത വേദനയുണ്ടെന്ന്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, എപ്പോ എവിടെ വെച്ചാണ് വരുന്നതെന്നറിയില്ല, ഏത് രീതിയിലാണ് മരണം നമ്മളെ തേടി വരുന്നതെന്നറിയില്ല. അതുകൊണ്ട് പെങ്ങള്, വേണമെങ്കിൽ ഒരു നന്മ ചെയ്തിട്ട് മരിച്ചോ. വേണമെങ്കിൽ ഒരു നന്മ ചെയ്തിട്ട് മരിക്കുക. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഈമാനുള്ള മരണം നൽകണേ അല്ലാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ നാട്ടിലൊരു മദ്രസ പണിയണം. അൽഹംദുലില്ലാ, നിങ്ങളൊക്കെ പാവങ്ങളാ. എന്നോട് സംസാരിച്ചപ്പോൾ ഖത്തീബ് ഉസ്താദ് ഉൾപ്പെടെ, സെക്രട്ടറി ഉൾപ്പെടെ പലരും പറഞ്ഞു, ഉസ്താദ് ഞങ്ങളൊക്കെ പാവങ്ങളാ. എടോ, പാവങ്ങളാടോ കൊടുക്കുന്നേ? അല്ലാതെ പണക്കാരാ കൊടുക്കണേ? ഒരു പണക്കാരൻ വിചാരിച്ച മദ്രസ പണിയാ, പക്ഷെ പണക്കാരിൽ പലർക്കും മനസ്സില്ലാതെ പോകുന്നു. ചില നല്ലവരുണ്ട്, അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ നാട്ടിലൊരു മദ്രസ പണിയണം. അൽഹംദുലില്ലാ, അത് പരിപൂർണമായി പണിയാൻ അള്ളാഹു ഇവർക്ക് ഭാഗ്യം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളെ കൊണ്ട് എന്താ കഴിയുക? നിങ്ങളെ കൊണ്ട് എന്താ കഴിയുക? ചെറുതോ വലുതോ എന്തെങ്കിലും നിങ്ങൾ കൊടുക്കണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ്, ആണുങ്ങളൊക്കെ ഒന്ന് എഴുന്നേറ്റ്, ആണുങ്ങളൊക്കെ ഒന്ന് എഴുന്നേക്കണോ? എന്നിട്ട് എല്ലാവരും ഒന്ന് അടുത്തിരുന്ന് കസേര ഒന്ന് മുന്നോട്ട് കയറ്റിക്കുക. ദുആ ചെയ്യട്ടെ. കസേര എടുത്തിട്ടോ, ഒന്ന് കസേര എടുത്തിട്ട് എല്ലാവരും ഒന്ന് അടുത്തിരുന്ന് ദുആ ചെയ്യട്ടെ. ആടാ സഫീർ, എല്ലാവരും ഒന്ന് അടുത്തിരുന്ന്. ആണെങ്കിൽ കാലാവസ്ഥ ഇങ്ങനെ മാറുന്നത് കാരണം എല്ലാവരും ഒന്ന് അടുത്തിരിക്കടോ. വാ, പെട്ടെന്ന് അൽഹംദുലില്ലാ ഒന്ന് അടുത്തിരുന്ന് ദുആ ചെയ്യട്ടെ.
ഒരു ഫാത്തിഹ ഓതിക്കുക. ഇലാ ഹദ്റത്ത് റൂഹി നബിയിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫാത്തിഹ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ പറയടോ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മൾ ഓതിയ ഈ ഖുർആൻ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടങ്ങളിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അൽഹംദുലില്ലാ, നിങ്ങളുടെ നാട്ടിലൊരു മദ്രസ പണിയണം. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. എനിക്ക് വലിയ സന്തോഷമുണ്ട് നിങ്ങളുടെ നാട് കണ്ടപ്പോൾ. ഞാൻ ഉസ്താദിനോട് സംസാരിച്ചപ്പോൾ അൽഹംദുലില്ലാ ഇവിടെ എല്ലാവരും ഉണ്ട്. അങ്ങനെ തന്നെ വേണം ഒരു നാടെന്ന് പറഞ്ഞാൽ അങ്ങനെ. അൽഹംദുലില്ലാ എല്ലാവരും സ്നേഹത്തോടെ ഒത്തൊരുമയോടുകൂടി. ഇത് ഈ ഗ്രാമങ്ങളിൽ ഉൾഭാഗങ്ങളിൽ കിട്ടുന്ന വലിയൊരു സന്തോഷമാണ്. ഒരു സാധാരണ റോഡിൽ പോയാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ടൗണുകളിൽ ചെന്നാൽ അവിടെ ഒരു പള്ളി, ഇവിടെ ഒരു പള്ളി, അവിടെ അടി ഇവിടെ അടി, അങ്ങനെ. പള്ളികൾ ചെന്നാൽ ഏതെങ്കിലും ഒരു പള്ളിയിലെ ബാങ്കിന് പോലും ജവാബ് പറയാൻ നമുക്ക് ഏത് പള്ളിയിൽ അറിയുന്നു. ഈ ഗ്രാമങ്ങളിൽ കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒത്തൊരുമ. അവിടെ എയും ഇല്ല, ബിയും ഇല്ല, സിയും ഇല്ല, ഒന്നുമില്ല. അവിടെ എല്ലാം മുസ്ലിമീങ്ങളെ ഉള്ളൂ. എല്ലാവരും സുന്നികൾ. അള്ളാഹു നമ്മൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാ, ഞാൻ പറയുന്നത് ഉസ്താദന്മാർ, എനിക്ക് സെക്രട്ടറി, എനിക്ക് മുമ്പ് പ്രസംഗിച്ചവരുടെയൊക്കെ പ്രസംഗത്തിൽ എന്തോ ചെറിയ ഒരു അസ്വസ്ഥത തോന്നി. നമ്മളെന്തിനാണ് അതൊക്കെ കാര്യമാക്കുന്നത്? നമ്മളെല്ലാം അൽഹംദുലില്ലാ കൂടപ്പുറപ്പുകളല്ലേ. നമ്മുടെ മഹല്ല് ആർക്കാ പ്രസിഡന്റ് ആകേണ്ടത് ആർക്ക് വേണമെങ്കിലാകാം, ആർക്കാ സെക്രട്ടറി ആകേണ്ടത് ആർക്ക് വേണമെങ്കിലാകാം. അൽഹംദുലില്ലാ നമ്മുടെ നാടും നമ്മുടെ മഹല്ലും നല്ല നിലയിൽ നടക്കണം. അങ്ങനെ ആഗ്രഹിക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഞാൻ പറയുന്ന ആർക്കാ പ്രസിഡന്റ് ആകേണ്ടത്? ആരോ പ്രസിഡന്റ്. ഇവിടുത്തെ പ്രസിഡന്റ് ആരോ? ഉസ്താദോ പ്രസിഡന്റോ സെക്രട്ടറി ആര് വേണമെങ്കിലും ആയിക്കോട്ടെ, ആര് വേണമെങ്കിലും ആയിക്കോട്ടെ. നമുക്കതൊന്നുമില്ല. അതിനുവേണ്ടി മത്സരവും വഴക്കും ബഹളമൊന്നും ഉണ്ടാക്കാൻ പാടില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇഷ്ടപ്പെട്ടില്ലേ? ഞാൻ എങ്ങനെയാണ്, ഞാൻ ഉള്ളത് പറയും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലില്ലെങ്കിലും ഞാൻ പറയും. സത്യം പറഞ്ഞാൽ ഇന്ന് മത്സരം നടക്കുന്ന കാലമാണ്. പല സ്ഥലങ്ങളിലും മത്സരമാണ്. കമ്മിറ്റിയിലൊക്കെ കയറുന്നതിന് വേണ്ടി ഇലക്ഷൻ വോട്ട് നടക്കുന്ന പോലെ നടക്കുന്ന കാലമാണ്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എനിക്കറിയില്ല എന്താ ഇങ്ങനെ മത്സരം നടക്കണമെന്ന്. പ്രസിഡന്റ് ആകാൻ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കണ പോലെ ഫ്ലക്സും വെച്ചൊക്കെ വോട്ട് പിടിക്കും. പണ്ടുള്ള ആൾക്കാരോട് പറയും, പണ്ട് ചെന്നിട്ട് പറയും, ഹാജിയാരെ നിങ്ങൾ പള്ളിയിലെ പ്രസിഡന്റ് ആകണം, എനിക്ക് വയ്യ, വേറെ ആരെങ്കിലും ആയിക്കൊള്ളേ. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. നാട്ടുകാർ മുഴുവൻ ഒരാളോട് പറയുന്നു, നിങ്ങൾ പള്ളിയുടെ പ്രസിഡന്റ് ആകണം. അദ്ദേഹം പറഞ്ഞു, ഞാനാവൂല, എനിക്കതിനുള്ള യോഗ്യത ഒന്നുമില്ല, വേറെ ആരെങ്കിലും നോക്കാൻ. ഇന്ന് 500 കൊടുത്തിട്ട് പറയാം, അടിയ പൊതുയോഗത്തിൽ പേര് പറയുമ്പോൾ കൈവക്കണേന്ന്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. കാലം അങ്ങനെ ആയിപ്പോയതോ. സത്യം പറഞ്ഞാൽ ഖുർആനിലെ ഒരായത്തിൻ്റെ അർത്ഥം അറിഞ്ഞാൽ പിന്നെ ഒരാളും പള്ളി പരിപാലനത്തിന് കയറൂല. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഖുർആനിലെ ഒരായത്തിൻ്റെ അർത്ഥം അറിഞ്ഞാൽ ഈ കമ്മിറ്റിക്കാർ ഇന്ന് തന്നെ രാജിവെച്ചിട്ട് പോകും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതാണ് പള്ളി പരിപാലനം. ആ കസേരയിൽ ഇരിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പവറൊന്നും ഇല്ലടോ. നിനക്ക് അറിയാനിട്ട് ആ കസേരയുടെ വലിപ്പം. ആ കസേരയ്ക്കൊക്കെ തിരുന്ന പൊള്ളും. തീക്കട്ടയുടെ മുകളിലായിരിക്കണേ. ഖുർആനിലെ ഒരായത്തിൻ്റെ അർത്ഥം പറഞ്ഞാൽ പിന്നെ ഒരു പ്രസിഡന്റും ഇല്ല, സെക്രട്ടറി ഇല്ല, ആരുമില്ല. ആരെങ്കിലും എടുത്തു എന്ന് പറഞ്ഞിട്ട് വെച്ചെറിഞ്ഞിട്ട് ഓടും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആയത്ത് ഏതാന്ന് ഞാൻ പറയണില്ല. ഇവരെങ്ങാനും രാജി വെച്ചിട്ട് പോയാൽ പള്ളി പരിപാലിക്കാൻ ആൾ വേണ്ടേ, മദ്രസ പണിയണ്ടേ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ എന്ത് ചെയ്യുക? നമ്മളൊക്കെ കൂടപ്പുറപ്പുകളാ, ഒരു നാട്ടുകാരാ, നമ്മളൊക്കെ സഹോദരങ്ങളാ. ഐക്യം, സ്നേഹം, സന്തോഷത്തോടെ അൽഹംദുലില്ലാ. ഒരു മഹല്ലിൽ ചെറിയ ഒരു വന്നാലും നമ്മളതിനൊന്നും കാണരുത്. ഞാൻ പറയുന്നത് ചില കാര്യങ്ങൾ നമ്മൾ കണ്ടില്ല എന്ന് പറഞ്ഞ് കളഞ്ഞേക്കണം. വെറുതെ പോകുന്നവനെ നമ്മളിങ്ങനെ പബ്ലിസിറ്റി കൊടുക്കരുത്. ഓനങ്ങ് വിട്ടേക്കണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അവിടെ ഇവിടെങ്കിലൊക്കെ നിന്ന് ചിലത് എന്തെങ്കിലും പറയും. നമ്മൾ പറയും തോറും അപ്പം നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഓൻ അറിയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഓന് വീണ്ടും ഉഷാറ് കൂടും. അവനങ്ങ് വിട്ടേക്കണം. അവനങ്ങ് വെറുതെ അങ്ങ് വിട്ടേക്കണം. നമ്മൾ അവൻ്റെ കൂടെ കൂടാതിരുന്നാൽ പോരെ. നമ്മൾ നല്ലത് ചെയ്യുമ്പോൾ നമുക്ക് പലതും കേൾക്കേണ്ടി വരും. അള്ളാഹു തന്നിരിക്കുന്ന സമയത്തിൻ്റെ വില. ഞാൻ ഒരു കഥ പറഞ്ഞാൽ കേൾക്കാൻ സമയമുണ്ടോ? പ്രസിഡന്റ് സെക്രട്ടറിക്ക് എന്തേ ഒരു കഥ പറഞ്ഞാൽ കേൾക്കാൻ സമയമുണ്ടോ? പണ്ട് കഴുതയും സിംഹവും തമ്മിൽ ഒരഭിപ്രായ വ്യത്യാസം. കഴുതയും സിംഹവും തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി.
കഴുത പറയുകയാ പുല്ലിന്റെ നിറം മഞ്ഞയാണെന്ന്. കടുന്ത പറഞ്ഞു, സിംഹം പറഞ്ഞു പുല്ലിന്റെ നിറം എന്താണെന്ന്? പച്ചയാണെന്ന്. എത്ര പറഞ്ഞിട്ട് ഈ കഴുത സമ്മതിക്കണില്ല. പുല്ലിന്റെ നിറം മഞ്ഞയാ മഞ്ഞയാ മഞ്ഞയാ. എടാ കഴുത പച്ചയാടാ. ഇല്ല മഞ്ഞയാ. അങ്ങനെ ഇവർ രണ്ടുപേരും തമ്മിൽ തർക്കമായിട്ട് അവസാനം എന്ത്, കടുവ ദേഷ്യം വന്നിട്ട് എടുത്തിട്ട് രണ്ടും കൊടുത്ത് കഴുതയ്ക്ക്. എത്ര പറഞ്ഞിട്ടും കേൾക്കാതെ വന്നപ്പോൾ കഴുത എടുത്തിട്ട് അങ്ങ് തല്ലി. കഴുത തല്ലുകൊണ്ടിട്ട് നേരെ സിംഹരാജാവിൻ്റെ മുമ്പിൽ പോയി പരാതിയായിട്ട് സിംഹരാജാവിൻ്റെ മുമ്പിൽ പോയിട്ട് പറഞ്ഞു, ഈ കടുവ എന്നെ തല്ലി, എന്താണ് പ്രശ്നം? എൻ്റെ പൊന്നു രാജാവേ, പുല്ലിൻ്റെ നിറം ഞാൻ പറഞ്ഞു പച്ചയാ, ഈ കഴുത പറഞ്ഞു മഞ്ഞയാ. എത്ര പറഞ്ഞിട്ട് ഇവൻ കേൾക്കണില്ല, അതുകൊണ്ട് ഞാൻ ഇവനെ തല്ലിയതാ. അപ്പൊ ഇതെല്ലാം കേട്ടിട്ട് സിംഹരാജാവ് വിധിച്ചു കടുവയ്ക്ക് 10 തല്ല് കൊടുക്കാൻ. സിംഹരാജാവിന്റെ വിധി എന്താ? കഴുതയെ തല്ലിയെ കടുവയ്ക്ക് 10 തല്ല് കൊടുക്കാൻ. അപ്പൊ കടുവ ചോദിച്ചു, രാജാവേ എൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ലല്ലോ, പുല്ലിൻ്റെ നിറം പച്ചയല്ലേ, ഈ കഴുത പറഞ്ഞതല്ലേ തെറ്റ്, ഇവനെ തല്ലുന്നതിന് പകരം എന്നെ തല്ലുന്നത് എന്തിനാണെന്ന്. അപ്പൊ സിംഹരാജാവ് പറഞ്ഞ ഒരു മറുപടിയുണ്ട്, ലോകത്തുള്ള എല്ലാവർക്കും അറിയാം പുല്ലിൻ്റെ നിറം എന്താണെന്ന്. എന്താ പുല്ലിൻ്റെ നിറം? നിങ്ങൾക്കറിയില്ല പുല്ലിൻ്റെ നിറം എന്താ? പച്ച. ഈ വിവരമില്ലാത്ത കഴുത മഞ്ഞയാന്ന് പറഞ്ഞപ്പോൾ നീ എന്തിനാ ഇവൻ്റെ അടുത്ത് സംസാരിക്കാൻ പോയെ? അതിനാ നിനക്ക് തല്ല്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. എടാ, അള്ള തന്ന സമയം എത്ര വിലപ്പെട്ടതാ. അത് ഏതെങ്കിലും 4 ഞണ്ടിന് വേണ്ടി കളയാനുള്ളതാണോ? ഓൻ്റെ പണി നടത്തും, നീ നിൻ്റെ പണി നടത്തും. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. മനസ്സിലാകേണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മൾ നമ്മുടെ കാര്യം നോക്കുക. എല്ലാവരും ഒത്തൊരുമയും സ്നേഹവും ഐക്യവും ഈ നാടിൻ്റെ ഐശ്വര്യമായി നിങ്ങളൊക്കെ ഒരുമിച്ച് നിൽക്കുക. അള്ളാഹു നിങ്ങളുടെ മഹലിനെ ഖിയാമത്ത് നാൾ വരെ അള്ളാഹു നിലനിർത്തുമാറാകട്ടെ. അത് അൽഹംദുലില്ലാ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മദ്രസയുടെ പണി നടക്കുന്നു. നിങ്ങൾക്ക് എന്താ ചെയ്യാൻ കഴിയുക? ചെറുതും വലുതും ഒന്നും നോക്കരുത്, ഇല്ലയെന്നാരും പറയരുത്. അവനവനെ കൊണ്ട് കഴിയുന്നത് കൊടുക്കണം. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമുക്കൊക്കെ നല്ല മരണം തരുമാറാകട്ടെ. നല്ല മരണം വേണമെന്നുള്ളവരൊന്ന് കൈവക്കിക്കേ, ദുആ ചെയ്യട്ടെ. നല്ല മരണം. വലിയ കാശുകാരൊക്കെ ഡോക്ടറൊക്കെ വന്നല്ലോ. ഡോക്ടറെപ്പോൾ വന്നായിരുന്നു? റാഹത്തല്ലേ ഡോക്ടർ? ഇൻഷാ അല്ലാഹ്. ഡോക്ടർമാരെന്നൊക്കെ പറഞ്ഞാൽ നല്ലവരും ഉണ്ട് കേട്ടോ. ഡോക്ടർമാരിൽ എല്ലാവരും അങ്ങനെയൊന്നുമല്ല. ഡോക്ടർമാരിൽ എല്ലാവരും നല്ല മോശക്കാരൊന്നുമല്ല, നല്ല ഡോക്ടർമാരും ഉണ്ടല്ലോ. എൻ്റെ 3-4 സുഹൃത്തുക്കൾ ഡോക്ടർമാരാണ്. അള്ളാഹു അവർക്കൊക്കെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർ. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. വലിയ വലിയ മൾട്ടികളൊക്കെ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മളിപ്പോൾ നോക്കാനാ, കാശുകാരൊക്കെ ഇവിടെ ഇരിക്കുന്നു. ഇവരൊക്കെ വിചാരിച്ചാൽ തന്നെ മദ്രസ പണിയാണ്, ഇനി വേറെ പിരിവൊന്നും വേണ്ട. പോട്ടെ, അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. ആമീൻ പറയടോ. ഒന്ന് കൈപൊക്കിക്കുക വേണ്ടവരൊക്കെ, നല്ല മരണം വേണ്ടവരൊക്കെ ഒന്ന് കൈപൊക്കിക്കുക. അള്ളാഹുവെ, ഈ കൈപൊക്കിയവർ എന്ത് നന്മ ചെയ്തിട്ടില്ലെങ്കിലും ഈ കൈപൊക്കിയതിന് പകരം നീ നല്ല മരണം കൊടുക്കണേ അല്ലാ. ഷഹീദിൻ്റെ കൂലി കിട്ടുന്ന മരണം കൊടുക്കണേ അല്ലാ. അള്ളാഹുവെ, ഷഹാദത്ത് കലിമ പറഞ്ഞ് സ്വർഗം കണ്ടു മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാ. ആ കൈപൊക്കാത്തവനെ നീ നന്നാക്കണേ അല്ലാ. ഞാൻ 1 ലക്ഷം രൂപ ചോദിച്ചോ, എടാ ഒരു നല്ല മരണം വേണമെന്ന് ചോദിച്ചപ്പോൾ കൈപൊക്കാത്ത ആളുണ്ട്. ഒന്നുകൂടെ പൊക്കിക്കേ, ഒന്നുകൂടെ. അരക്കൈയല്ല, പൊക്കണമെങ്കിൽ നല്ലപോലെ പൊക്കിക്കോ. അൽഹംദുലില്ലാ, അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. ഈ നല്ല മരണം എന്ന് പറഞ്ഞാൽ എന്താണെന്നെങ്കിലും നിങ്ങൾക്കറിയോ? എല്ലാവരും ചാടി കൈപൊക്കി. എടോ, നല്ല മരണമെന്ന് പറഞ്ഞാൽ എന്താന്ന് പോലും നീയോ ഞാനോ കണ്ടിട്ടില്ല. നല്ല മരണമെന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം പറയാം. വെള്ളിയാഴ്ച രാവിലോ പകലിലോ കടങ്ങൾ തീർത്ത് തൗബ ചെയ്ത് ഒളുവോടുകൂടി ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ സാന്നിധ്യത്തിൽ മലക്കുകൾ സ്വാഗതം പറയുന്നത് കേട്ട് ഷഹാദത്ത് കലിമ പറഞ്ഞ് നബിതങ്ങളെ സാക്ഷിയാക്കി സ്വർഗത്തിൻ്റെ ചിത്രം കണ്ടുകൊണ്ട് മരിക്കണം. മരിച്ച ഉടനെ നെറ്റിത്തടം വിയർക്കണം, മൂക്കിന്റെ ദ്വാരം വികസിക്കണം, മുഖത്തു പ്രകാശമുണ്ടാകണം, ചുണ്ടിൽ പുഞ്ചിരി ഉണ്ടാകണം, ശരീരത്തിന് സുഗന്ധമുണ്ടാകണം. ഇതിനാ നല്ല മരണമെന്ന് പറയാ. ഇങ്ങനെ ഒരു മരണം കിട്ടാൻ ആർക്കാ അർഹതയുള്ളത്? ആത്മാർത്ഥമായിട്ട് പറ. ഈ സദസ്സിലിരിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യന് ഇതുപോലെ ഒരു മരണം കിട്ടാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്ത പുണ്യം എന്താ ഒന്ന് പറ. നിസ്കരിച്ചിട്ടുണ്ട്, ചാക്കി നിറച്ചു വെച്ചിരിക്കുക നിസ്കാരം, അതിനെക്കുറിച്ച് പറയാതിരിക്കല ചങ്ങാതി നല്ലത്. എടാ, നമ്മുടെ നിസ്കാരത്തെക്കുറിച്ച് പറയാതിരിക്കല നല്ലത്. എടാ, ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ ഇന്നാഴത്തേനെയും കുലുഹു അല്ലയും 4 പേര് കാണാനുണ്ടെങ്കിൽ ബക്കറ ഒതിയിട്ട് നമ്മൾ നിസ്കരിക്കും. നമ്മുടെ നിസ്കാരം അങ്ങനെ. നമ്മൾ 10 രൂപ കൊടുക്കണമെങ്കിൽ ഫ്ലെക്സ് അടിച്ചു വെച്ചാൽ നമ്മൾ പറയും, ഇല്ലെങ്കിൽ ഇല്ല.
ഞാൻ ഹജ്ജിന് പോയിട്ടുണ്ട്, 4 ഹജ്ജ്, 2002 അങ്ങോട്ടായിരുന്നു ഇങ്ങോട്ടായിരുന്നു, ഹജ്ജ് 3-4 ചെയ്തെന്ന് പത്രത്തിൽ അടിച്ചു കൊടുത്തോല. തിങ്കളാഴ്ച നോമ്പ് പിടിക്കണം ഉമ്മ, നീ നോമ്പ് പിടിക്കുന്നുണ്ടെന്ന് ഈ പഞ്ചായത്തുകാർക്ക് മൊത്തം അറിയാം, അള്ളാഹ്ക്ക് മാത്രം അറിയില്ല. ഇവിടെ നമ്മൾ ചെയ്യുന്ന നന്മ, ഞാൻ തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരാളാണെന്ന് നെറ്റിയിൽ എഴുതി വെച്ചോണ്ടാ നടക്കുന്ന വാപ്പ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ നന്മ ചെയ്യുമ്പോൾ അത് ഒരെണ്ണമെങ്കിലും അള്ളാഹുടെ മുമ്പിൽ ചെല്ലുന്ന നന്മയാകണം. ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. ഒരു 36 വയസ്സുകാരനുള്ള ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു. 36 വയസ്സുകാരനാ. അദ്ദേഹത്തിന് ന്യൂമോണിയൊക്കെ കൂടി ലെൻസൊക്കെ ചുരുങ്ങിയിട്ട് അവസാനം അദ്ദേഹം ഐസിയുവിനകത്ത് കിടക്കുകയാണ്. ഡോക്ടർ പരിശോധിക്കാൻ വന്നപ്പോൾ ഉസ്താദ് ഇങ്ങനെ അനങ്ങാതെ കിടക്കുന്നുണ്ട്. പരിശോധനയൊക്കെ നടത്തിയിട്ട് ഡോക്ടർ പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ വീട്ടുകാരെ അറിയിച്ചേക്കാൻ പറഞ്ഞു. സത്യം പറഞ്ഞ ഉസ്താദ് അത് കേട്ടടോ. ഡോക്ടർ അങ്ങനെ പറയുന്നത് ഉസ്താദ് കേട്ടു. എൻ്റെ പ്രിയപ്പെട്ടവര്, ഡോക്ടർ പറഞ്ഞിട്ടങ്ങ് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ നേഴ്സ് ഓടി വരുന്നുണ്ട്. ഡോക്ടറെ, ആ ഉസ്താദ് കിടന്ന് കരയുന്നു. എത്ര പറഞ്ഞിട്ടും കരച്ചിൽ നിർത്തണില്ല. അടുത്ത് കിടക്കുന്ന രോഗികൾക്കെല്ലാം പ്രശ്നമാണ്, ഡോക്ടർ ഒന്ന് പെട്ടെന്ന് വരാൻ. ചെറുപ്പക്കാരൻ ഉസ്താദിൻ്റെ അടുക്കലേക്ക് ഡോക്ടർ ഓടിച്ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഉസ്താദെ, ഞങ്ങൾ ഏറ്റവും നല്ല മെഡിസിനാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഞങ്ങൾ കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കുന്നുണ്ട്. ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ രക്ഷപ്പെടാൻ. നിങ്ങളിവിടെ കിടന്ന് കരയരുത്. ഈ അടുത്ത് കിടക്കുന്നത് മുഴുവനും രോഗികളാണ്, അവർക്ക് പ്രശ്നമാണ്. ഇത് ഐശ്വര്യാണ്, നിങ്ങൾ കരയാൻ പാടില്ല. നിങ്ങൾ മതം പഠിച്ച ഒരാളാ, ഞങ്ങളും പ്രാർത്ഥിക്കാം, നിങ്ങളും പ്രാർത്ഥിക്ക്. ഉസ്താദ് പിന്നെയും കരയുക. ഉസ്താദിൻ്റെ കരച്ചിൽ കണ്ടപ്പോൾ ഡോക്ടർക്ക് ദേഷ്യം വന്നു. ഡോക്ടർ ചോദിച്ചു, മരിക്കൂന്ന് പേടിച്ചിട്ട് കരയുകയാണോ? നിങ്ങൾ മരിക്കുമെന്ന് ഭയന്നിട്ട് കരയുകയാണോ? ഉസ്താദ് പറഞ്ഞു, അല്ല, എനിക്ക് മരിക്കാൻ പേടിയൊന്നുമില്ല. ഞാൻ കരഞ്ഞാലും കരഞ്ഞില്ലെങ്കിലും മരിക്കും. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, ഭാര്യയെയും മക്കളെയും പിരിയുന്നതിലുള്ള സങ്കടമാണോ? കുടുംബത്തെ ഓർത്തിട്ടാണോ? അദ്ദേഹത്തിന് 10 വയസ്സിൻ്റെ താഴെ പ്രായമുള്ള 2 മക്കളുണ്ട്. നിങ്ങളുടെ ഭാര്യയും മക്കളെയും നിങ്ങൾ ഓർത്തിട്ടാണെങ്കിൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. എങ്കിലും പറഞ്ഞു നേഴ്സിനോട്, ഒന്ന് വീഡിയോ കോൾ വിളിച്ച് കാണിച്ചു കൊടുക്ക്, കരയരുത്. അപ്പോഴും ഉസ്താദ് പറഞ്ഞു, അല്ല. ഡോക്ടർക്ക് അത്ഭുതമായി. നിങ്ങൾക്ക് മരിക്കാൻ പേടിയില്ല. നിങ്ങളുടെ കുടുംബത്തെ പിരിയുന്നതിൽ നിങ്ങൾക്ക് സങ്കടമില്ല. പിന്നെന്തിനാ നിങ്ങൾ കരയുന്നേ? ആ 36 വയസ്സുള്ള ചെറുപ്പക്കാരൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് പോകുമ്പോൾ എൻ്റെ കയ്യിൽ കൊണ്ടുപോകാനൊന്നുമില്ലല്ലോ, ഞാൻ എങ്ങനെ പോകും? ഞാൻ അള്ളാഹുടെ മുമ്പിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ എന്തും കൊണ്ടുപോകും? എൻ്റെ കയ്യിലൊന്നുമില്ലല്ലോ. വാപ്പാ, ഇന്ന് രാത്രി തിരിച്ചു പോകുന്ന വഴിയിൽ അസ്രായിൽ വന്നിട്ട് പറയുന്നു, വാ പോകാം, എന്തുണ്ട് നിൻ്റെ കയ്യിൽ? നീ ചിന്തിച്ചിട്ടുണ്ടോ? ഞാനോ നിങ്ങളോ ചിന്തിച്ചിട്ടുണ്ടോ? നിന്ന നിപ്പിന് മനുഷ്യന്മാർ വീണ് മരിക്കുന്ന കാലപാടോ? എന്തേ മനുഷ്യ ചിന്തിക്കാത്ത? എൻ്റെ ഉമ്മയോട് ചോദിക്കട്ടെ, നീ ഒരല്പമെങ്കിലും ഒന്ന് ചിന്തിക്കുമെങ്ങളെ. നീ സ്വർണം നീ ധരിക്കാറില്ല, നീ അലമാരിക്കകത്ത് ലോക്കറി വെച്ചിരിക്കുക. എന്തിന്? മോളെ കെട്ടിക്കാൻ. വാപ്പ, നീ നല്ലതുപോലെ ഭക്ഷണം കഴിക്കൂ, നല്ല ഒരു വസ്ത്രം ധരിക്കൂ. ഇല്ല വാപ്പ, നീ കൂട്ടി വെച്ചിരിക്കുന്നു. ആർക്ക്? നിൻ്റെ മോന് വേണ്ടി, നിൻ്റെ മോക്ക് വേണ്ടി. ഞാൻ ചോദിക്കട്ടെ, നീ മരിച്ചാലെങ്കിലും നിൻ്റെ മയ്യത്ത് കുളിപ്പിക്കാനെങ്കിലും നിൻ്റെ മോൻ അറിയൂ? ആലോചിക്ക്. നീ മരിച്ചാൽ നിൻ്റെ മയ്യത്ത് കുളിപ്പിക്കാനെങ്കിലും നിൻ്റെ മകൻ അറിയോ? അറിയില്ല. അറിയോ ഉമ്മ? ചോദ്യം മോളോട്. എന്തിനാ ഉമ്മ അള്ളാഹു തന്ന ആയുസ് ഇങ്ങനെ കളയുന്നേ? അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, മക്കളെ നമ്പിയിരുന്നിട്ട് കാര്യമില്ല. ഇവനൊക്കെ പള്ളിക്കാട്ടി വരുമെന്നോ ദുആ ചെയ്യുമെന്നോ നാളെ നമുക്ക് വേണ്ടി സദക്ക കൊടുക്കുമെന്നോ നമുക്കറിയില്ലടോ. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു നന്മ ചെയ്. ഈ മദ്രസ നിലനിൽക്കുന്ന കാലത്തോളം ഒരു ഫാത്തിഹയും 3 സ്വലാത്തും മുടങ്ങാതെ നിങ്ങളുടെ ഖബറിൽ വരും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.